Good afternoon, all. Good afternoon, ma'am. Prayer പറഞ്ഞു കേട്ടോ. In the name of God, in the name of God, the beneficent, the merciful. Praise be to God, Lord of the worlds, the beneficent, the merciful. Honor of the day of judgment, we worship, we astray. Guide us the right path, guide us the right path. In the name of God, in the name of God, the beneficent, the merciful. Praise be to God, Lord of the worlds, beneficent, the merciful. Thank you, Miss. Okay. Silence out of the day ഉണ്ടോ? വേറാണോ ആരെങ്കിലും? ഓക്കെ, കുഴപ്പമില്ല. സ്ട്രെങ്ത് വളരെ കുറവാണല്ലോ. എന്ത് പറ്റി? ടീച്ചിങ് പ്രാക്ടീസിന് പോയതുകൊണ്ടാണോ കുട്ടികള്? കേറുന്നുണ്ടാവും മിസ്സേ, ടൈം ആവണുള്ളൂ. ആണോ? ലൈറ്റ് കമേഴ്സ് ആണോ? കുറച്ച് നാളായാലും കയറിയിട്ട്. ഓണത്തിന്റെ സമയത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ലോങ് ടൈം ഇന്റർവെൽ കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എടുത്തോണ്ടിരുന്ന ചാപ്റ്റർ നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ ആയിരുന്നില്ലേ? ഓർമ്മയുണ്ടോ? ഓക്കെ, ചാപ്റ്റർ ഞാൻ ഷെയർ ചെയ്യാം. ഡോക്ടർ മരിയ മോണ്ടിസോറിനെ കുറിച്ച് നമ്മൾ ആ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. ഫസ്റ്റ് യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്തു. ഓർമ്മയുണ്ടോ അത്? യെസ് മാം, നോർമലൈസേഷൻ ആൻഡ് ഡേവിയേഷൻ തന്നെയാണ്. ഓക്കെ, 1 മിനിറ്റ്. പ്ലീസ് ഷെയർ ചെയ്ത PDF മാറിയിട്ടുണ്ട്. മിനിറ്റ്. One minute. ഞാൻ PDF ഒന്ന് ഷെയർ ചെയ്തിട്ട് കേട്ടോ.
ഓക്കെ, ചെറിയ എന്തോ ടെക്നിക്കൽ ഇഷ്യൂ ആയിരുന്നു കേട്ടോ. ക്ലാസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ PDF? ക്ലിയറാണോ? ഓക്കെ. ദെൻ നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ നോർമലൈസേഷന്റെ കംപ്ലീറ്റ് ചെയ്തോ? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോർമലൈസേഷൻ കംപ്ലീറ്റ് ആക്കിയോ? ഓക്കെ. ഡീവിയേഷൻ സ്റ്റാർട്ട് ചെയ്തോ? ഇനി ഡേവിയേഷൻ ആണ് എടുക്കാൻ മിസ്. ഇനി ഡീവിയേഷൻ ആണ് എടുക്കേണ്ടത് അല്ലെ? ഓക്കെ. ഡീവിയേഷൻ എന്ന് പറയുന്നത് സാധാരണ നോർമലി നമ്മളുടെ 6 years ഒക്കെ ഉള്ള കുട്ടികളിൽ ഒരു കണ്ടുവരുന്ന ഒരു പ്രക്രിയയാണ് എന്ത് ഡീവിയേഷൻ എന്ന് പറയുന്നത്. ശരിക്കും ഒരു നോർമൽ ലൈനിൽ നിന്ന് ഡീവിയേറ്റഡ് ആയിരിക്കും. മേ ബി കുട്ടികളെ കാണുമ്പോൾ നമ്മൾ ചോദിക്കും സ്വപ്ന ലോകത്താണോ എന്നൊക്കെ ചോദിക്കാറില്ല. കുട്ടികൾ ക്ലാസ്സിൽ ഉണ്ടാവും, ബട്ട് അവർ എന്തൊക്കെയോ ചിന്തിച്ചിരിക്കുകയായിരിക്കും. അല്ലെങ്കിൽ അവരുടെ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ ആ ഒരു നല്ലൊരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ഉന്മേഷത്തോടെ ചെയ്യുന്നുണ്ടാവില്ല. നമ്മൾ കുട്ടികളോട് എന്ത് ചോദിക്കാറുണ്ട്? നിങ്ങൾ സ്വപ്ന ലോകത്ത് എങ്ങാനാണോ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ വരുന്നത് ഒരു ടൈപ്സ് ഓഫ് ഡീവിയേഷൻ ആണ്. ശരിക്കും ഡീവിയേഷൻ ഒരു കുട്ടികളിൽ രൂപപ്പെടുന്ന ഒരു ക്യാരക്ടർ ആണ്. കുട്ടികളിൽ ഒരു എന്താ പറയാ 1 to 6 years കണ്ടുവരുന്ന ഈ തടസ്സങ്ങളും അല്ലെങ്കിൽ ഒബ്സ്ട്രക്കിൾസ് ആൻഡ് ഒബ്സ്ട്രക്ഷൻസ് നാച്ചുറൽ ഡെവലപ്മെന്റ് സംഭവിക്കുന്ന ഒരു പ്രക്രിയയാണ് എന്ത് ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഡീവിയേഷൻ സാധാരണ കുട്ടികളിൽ എന്ത് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. കുട്ടികളെ പുറത്തൊന്നും വിടാതെ വീട്ടില് നമ്മള് വളർത്തുന്ന പാരന്റ്സ് ഉണ്ട്. ചില പാരന്റ്സ് കുട്ടികളെ കളിക്കാനൊന്നും വിടില്ല. അവർ വീട്ടിൽ തന്നെ ആവണം, അല്ലെങ്കിൽ പുറത്തൊന്നും പോകാൻ പാടില്ല, മറ്റു കുട്ടികളോടൊപ്പം പോയി കളിക്കാൻ പാടില്ല, ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാൻ പാടില്ല. അവരുടെ മൂവ്മെന്റ്സിനൊക്കെ റെസ്ട്രിക്ഷൻ കൊടുക്കും. പിന്നീട് ഈ പാരന്റ്സ് എന്ത് ചെയ്യും? ഇവർ ഈ മൂവ്മെന്റ്സ് റെസ്ട്രിക്ഷൻ കൊടുത്ത് ചിലപ്പോ ലാപ്പോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഗെയിംസോ അല്ലെങ്കിൽ ടിവിയിലോ ഫോണിലൊക്കെ ആയിരിക്കും കുട്ടികൾ എന്ത് ചെയ്യുന്നത് കൂടുതൽ ടൈമും സ്പെൻഡ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ മേ ബി ആ കുട്ടികൾ നോർമൽ ആ ഒരു എൻവയോൺമെന്റിൽ നിന്ന് അല്ലെങ്കിൽ നോർമൽ ലൈനിൽ നിന്ന് ഡീവിയേറ്റഡ് ആയിട്ട് മറ്റൊരു എൻവയോൺമെന്റിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു രീതിയിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്, ഡീവിയേറ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ചില കുട്ടികള് ഫ്രീ ഫയറിന്റെ ഗെയിം കളിച്ചിട്ടേ ഒരു ഗെയിം ഉണ്ടല്ലോ എപ്പോഴും ഭയങ്കര ഫൈറ്റ് ചെയ്യുന്ന ഗെയിം, അങ്ങനെയല്ലേ ഫ്രീ ഫയർ എന്നല്ലേ അതിന്റെ പേര്. ആ ഗെയിം കളിച്ചിട്ട് രാത്രി ഉറങ്ങുന്ന സമയത്ത് അവരുടെ ചിന്ത അവർ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന സ്വപ്നത്തില് കളിക്കുന്ന പോലെ അല്ലെങ്കിൽ ഉറക്കത്തിൽ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ചില വീഡിയോസ് നമ്മൾ കാണുമ്പോൾ വിഷമം തോന്നും. കാരണം എന്താണ്? അവര് ആ ഉറങ്ങുകയാണെങ്കിൽ പോലും അവരുടെ മനസ്സ് എവിടെയാണ്? ആ ഡീവിയേഷൻ സംഭവിച്ചിരിക്കുകയാണ്, ഡീവിയേഷൻ സംഭവിച്ചിരിക്കുക. അതുകൊണ്ടാണ് അവരുടെ മനസ്സിൽ ഫുള്ളും എന്ത് അവർ ഗെയിം കളിക്കുകയാണ് എന്നുള്ളൊരു ചിന്ത അവർക്ക് വരുന്നത്. അപ്പൊ ഡീവിയേഷൻ നോർമലി ആണ് എന്ത് ചെയ്യുന്നത്? കുട്ടികൾ ഒബ്സർവ് ചെയ്യുന്നത്. നമ്മൾ കുട്ടികളിലെ ഡീവിയേഷൻസ് കറക്റ്റ് ആയിട്ട് കണ്ടെത്തി അത് കറക്റ്റ് ടൈമിൽ അത് സോൾവ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുട്ടികളെ നോർമൽ ലൈനിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും, നോർമലൈസ്ഡ് ആക്കാനായിട്ട് പറ്റും. മേ ബി ഡീവിയേഷൻസ് സംഭവിക്കുന്ന എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് കുട്ടികൾക്ക് ഈ സ്നേഹം കിട്ടാതെ വരുമ്പോ, ചിലപ്പോ പാരന്റ്സ് സെപ്പറേറ്റഡ് ആയിട്ട് താമസിക്കുമ്പോ കുട്ടിക്ക് ആ രണ്ടുപേരുടെയും കെയർ നമുക്കറിയാം കുട്ടിയുടെ ഡെവലപ്മെന്റിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് ആ പാരന്റ്സ് എന്ന് പറയുന്നത്. സോ പാരന്റ്സിന്റെ ഫാദറിന്റെയും മദറിന്റെയും പ്രോപ്പർ ആയിട്ടുള്ള കെയറും ഗൈഡൻസിലൂടെയാണ് ഓരോ കുട്ടിയും വളർന്നു വരുന്നത്. സപ്പോസ് ഇനി കുട്ടികൾക്ക് ആ ഒരു കെയറും ഗൈഡൻസും കിട്ടുന്നില്ലെങ്കിൽ മേ ബി കുട്ടി നോർമലി എന്താകാനുള്ള ചാൻസ് ഉണ്ട്? ഡീവിയേറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. മേ ബി ആ കുട്ടിക്ക് ലവിങ് ആ സ്നേഹവും ഇഷ്ടവും കിട്ടാത്തത് കൊണ്ടായിരിക്കാം എന്ത് ചെയ്യുന്നത്? ഡീവിയേറ്റഡ് ആകുന്നത്. ചില സമയങ്ങളിൽ പാരന്റ്സ് തന്നെ കുട്ടികളെ ഡീവിയേറ്റ് ചെയ്യിക്കാറുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാരന്റ്സിന്റെ പേഴ്സണാലിറ്റി കുട്ടികളിൽ എന്ത് ചെയ്യും? ഇമ്പോസ് ചെയ്യും. എന്നിട്ട് പാരന്റ്സ് പറയും അവർ പറയുന്ന പോലെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഫുൾ തീരുമാനങ്ങൾ എടുക്കുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ പാരന്റ്സ് ആയിരിക്കും. നമ്മള് ചിലപ്പോൾ ചില കുട്ടികളുടെ പെരുമാറ്റം കാണുമ്പോൾ നമുക്ക് തോന്നും അവന്റെ പാരന്റ് എന്താണ് ആ സ്ഥാനത്ത് എങ്കിൽ എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് അവൻ ചെയ്യുന്നത് എന്ന് നമുക്ക് തോന്നും. കാരണം എന്താണ്? ആ പാരന്റ്സിന്റെ ഭയങ്കരമായിട്ടുള്ള കൺട്രോൾ ആ കുട്ടിയുടെ പേഴ്സണാലിറ്റിയിലുണ്ട്. സോ ഇതെല്ലാം ഒരു കൈൻഡ്സ് ഓഫ് ഡീവിയേഷൻസ് ആണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഡീവിയേഷൻസ് ഒന്നും കുട്ടിയുടെ റിയൽ ക്യാരക്ടർ അല്ല
ശരിക്കും അവന്റെ സാഹചര്യങ്ങള് അല്ലെങ്കിൽ അവൻ വളർന്നു വരുന്ന സിറ്റുവേഷൻസ്, എൻവയോൺമെന്റ്, കൾച്ചർ കാര്യങ്ങളൊക്കെയാണ്, അല്ലെങ്കിൽ അവന് ആ സമയത്ത് കിട്ടേണ്ട കെയറും ലവും കിട്ടാതെ വരുമ്പോഴൊക്കെയാണ് കുട്ടികൾ എന്തായി മാറുന്നത്, ഡീവിയേറ്റഡ് ആകുന്നത്. നമ്മളത് ശ്രദ്ധിക്കണം. ഓക്കെ, നമുക്ക് ഡീവിയേഷൻസ് പല രീതിയിൽ ഒക്യൂർ ചെയ്യുന്നുണ്ട്. എന്തെല്ലാം ഡീവിയേഷൻ ആണ്, അത് ഏതൊക്കെ ക്ലാസ് ഓഫ് ഡീവിയേഷൻ ആണ് എന്നൊക്കെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാം, ഈ ഒരു പോർഷനിൽ ഡിസ്കസ് ചെയ്യാം. നമുക്ക് നോക്കാം. A deviation is a one in a character that will occurs in a child during the formative years. ഡീവിയേഷൻ രൂപപ്പെടുന്നതെന്ന് വെച്ചാൽ കുട്ടിയുടെ ആ ഫോർമേറ്റീവ് ഇയേഴ്സിലാണ്, ആദ്യ കാലഘട്ടങ്ങളിൽ, ബർത്ത് ടു 6 years. ബിക്കോസ് എന്തുകൊണ്ടാണ് ഡീവിയേഷൻ അല്ലെങ്കിൽ കുട്ടി ഡീവിയേറ്റഡ് ആകുന്നത്? ബിക്കോസ് ഓഫ് ഒബ്സ്റ്റക്കിൾസ്, എന്തെങ്കിലും തടസ്സങ്ങള്, പ്രഷൻസ്, അടിച്ചമർത്തൽ. കാരണം പാരന്റ്സ് കുട്ടിക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, കുട്ടീനെ അടിച്ച് അമർത്താണ്, അല്ലെങ്കിൽ ഭയങ്കര ആ കുട്ടിക്ക് ഒരു റോൾ ഇല്ലാണ്ട് ലൈഫിൽ പോലും അവന് റോൾ ഇല്ലാതെ വരുമ്പോഴാണ് കുട്ടി ഡീവിയേറ്റഡ് ആവുന്നത്. ഇൻ ഹിസ് നാച്ചുറൽ ഡെവലപ്മെന്റ് നമുക്കറിയാം, കുട്ടികൾ അവരുടേതായ ഏജില് അവർക്ക് എന്താണ് ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം. അവർക്ക് എക്സ്പീരിമെന്റ്സും എക്സ്പ്ലോറേഷനിലൂടെയാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത്, കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് എന്നൊക്കെ നമുക്കറിയാം. സോ അങ്ങനെ അങ്ങനെ അവർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് കുട്ടികൾ എന്ത് ചെയ്യാനുള്ള ചാൻസ്, ഡീവിയേറ്റ് ആവാനുള്ള ചാൻസ്. Deviation occurs when the child has the will to act. Deviation എപ്പോഴാണ് സംഭവിക്കുന്നത് വെച്ചാൽ കുട്ടികൾക്ക് ആ കാര്യങ്ങൾ ചെയ്യാനായിട്ട് എന്ത് ചെയ്യും, താല്പര്യം ഉണ്ടാവും. ബട്ട് ഹിസ് മൂവ്മെന്റ്സ് ആർ റെസ്ട്രിക്റ്റഡ്. അവന്റെ മൂവ്മെന്റ്സ് എന്ത് ചെയ്തിരിക്കുകയാണ്, തടസ്സപ്പെട്ടിരിക്കുകയാണ്. When he got the interest but his necessity met. അവന് ഇൻട്രസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ അവന്റെ നെസസിറ്റി മെറ്റ് ചെയ്യണം. പണ്ട് കുട്ടികൾക്ക് പുറത്തൊക്കെ പോയി കളിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം നമുക്കൊരു ഗെയിമൊക്കെ കളിച്ച് അത് വിജയിക്കുമ്പോ ഭയങ്കരമായിട്ട് സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും കിട്ടുന്നത്, അല്ലെ? നമ്മളൊരു ടീമായിട്ട് ഗെയിം കളിച്ച് ജയിക്കുമ്പോ ഇത് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ്. ഇപ്പൊ കുട്ടികൾക്ക് ആ ഇൻട്രസ്റ്റ് ഇല്ല. കാരണം എന്താണ്, അവർ ഈ ഫോണിൽ ഗെയിം കളിക്കുന്നത് കൊണ്ടും അല്ലെങ്കിൽ ഈ കമ്പ്യൂട്ടറിൽ ഗെയിം കളിക്കുമ്പോൾ അവർക്ക് അതേ സാറ്റിസ്ഫാക്ഷൻ അവര് വീട്ടിലൊന്നും ചെയ്യാതെ, അത്ര എഫേർട്സ് ഒന്നും എടുക്കാതെ, മൂവ്മെന്റ്സ് ഒന്നും ചെയ്യാതെ തന്നെ കിട്ടാണ്. സോ അവരുടെ മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ അവിടെ റെസ്ട്രിക്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ ഒരു കുട്ടിക്ക് എന്താണ്, അതങ്ങനെ ചെയ്യണം എന്ന് താല്പര്യം ഉണ്ടാവും. പക്ഷെ അവന്റെ മനസ്സ് പറയും വേണ്ട, പിന്നീട് ആവട്ടെ, പിന്നെ ചെയ്യാലോ, സമയമുണ്ടല്ലോ, പിന്നെ ചെയ്യാലോ, നമ്മളും ചെയ്യാറില്ലേ? അപ്പൊ നമ്മളങ്ങനെ പിന്നീട് എന്ന് പറഞ്ഞ് മാറ്റി വെക്കരുത്. എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് നമ്മള് ചെയ്യാം. ഓക്കെ, ഡീവിയേഷൻ സംഭവിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ്. ദ വിൽ ഓഫ് ദ അഡൽട്ട് ഇസ് ഓൾട്ടേർഡ്. നമുക്കറിയാം, മുതിർന്നവരുടെ ഇഷ്ടങ്ങൾ എന്ത് ചെയ്യും, ഓൾട്ടേർഡ് ആണ്, ചില ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ചിലപ്പോ ചില പാരന്റ്സിന് നമ്മൾ കാണുമ്പോൾ ഒരു കുട്ടിക്ക് ആദ്യം ഡാൻസ് ക്ലാസ്സിൽ കൊണ്ടുവന്നാക്കും. എനിക്ക് പരിചയമുള്ള പേഴ്സണലി അറിയാവുന്ന ഒരു ഫാമിലിയാണ്. ആ കുട്ടീനെ ആദ്യം ഡാൻസ് ക്ലാസ്സിൽ കുറച്ച് നാൾ, ഒരു 6 മാസത്തോളം ഡാൻസ് പഠിപ്പിക്കാൻ പെൺകുട്ടിയാണ് കൊണ്ടുവന്നാക്കി. അത് കഴിഞ്ഞപ്പോ അവൾ ഡാൻസ് ശരിയാവുന്നില്ല, നമുക്ക് അങ്ങോട്ട് വഴങ്ങുന്നില്ല എന്ന് പറഞ്ഞ് അവൾ എന്ത് ചെയ്തു, പാരന്റ് തന്നെ നിർബന്ധിച്ച് കരാട്ടെ പഠിപ്പിക്കാനായിട്ട് കൊണ്ടുവന്നാക്കി. അവിടെയും 1 വർഷത്തോളം പോയി അവള്. പക്ഷെ അതും ശരിയാവുന്നില്ല. ബാക്കി കുട്ടികളൊക്കെ പഠിക്കുന്നു, അവർക്ക് ഈ ബ്ലാക്ക് ബെൽറ്റ് എക്സാം ഒക്കെ പാസ്സാവുന്നുണ്ട്. പാരന്റ് എന്ത് ചെയ്തു, വീണ്ടും അവളെ എന്ത് ചെയ്തു, വയലിനോ അങ്ങനെ എന്തോ ക്ലാസ്സിൽ കൊണ്ടുവന്നാക്കി. അപ്പൊ എന്താണ് ഇവിടെ കുട്ടിയുടെ ഇൻട്രസ്റ്റ് ആ പാരന്റ്സ് കൺസിഡർ ചെയ്യുന്നുണ്ടോ? കുട്ടിയുടെ ഇഷ്ടങ്ങൾ അവിടെ കൺസിഡർ ചെയ്യുന്നുണ്ടോ? ഇല്ല. പാരന്റിന്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് കുട്ടികളെ വളർത്തുന്നത്. ഒരു കാരണവശാലും നിങ്ങൾ ഓരോരുത്തരും അങ്ങനെയുള്ള പാരന്റ്സ് ആകരുത്. നമ്മൾ കുട്ടിയുടെ ഇഷ്ടങ്ങൾ, നമ്മളുടെ ഇഷ്ടങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ഡാൻസ് പഠിപ്പിക്കണം, പാട്ട് പഠിപ്പിക്കണം, അങ്ങനെയൊക്കെ ചെയ്യാമായിരിക്കും. പക്ഷെ കുട്ടിക്ക് ഏതാണോ ഇൻട്രസ്റ്റ് ഉള്ളത് ആ ഒരു ആക്ടിവിറ്റി, എല്ലാ കുട്ടികൾക്കും എന്തെങ്കിലുമൊക്കെ കഴിവുണ്ടാവും. ആ ഒരു ആക്ടിവിറ്റി അവർക്ക് എന്ത് ചെയ്യാം, അവർക്ക് അതിന് അവരെ നമ്മൾ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിന് നല്ല കഴിവുകളുള്ള കുട്ടികളായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. ഈ ഞാൻ പറഞ്ഞ കുട്ടിക്കില്ലേ, വരയ്ക്കാൻ നല്ല കഴിവാണ്, പക്ഷെ അവരുടെ അമ്മയ്ക്ക് വരയ്ക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് വരയ്ക്കാൻ മാത്രം ചേർക്കില്ല, അതെന്താണെന്ന് അറിയില്ല. പക്ഷെ മറ്റുള്ള കാര്യങ്ങൾക്ക്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ പൈസയൊക്കെ സ്പെൻഡ് ചെയ്യാൻ ഭയങ്കര താല്പര്യമാണ്. പക്ഷെ ഈ കുട്ടിക്ക് ഡ്രോയിങ് ഭയങ്കര ഇഷ്ടമാണ്, നന്നായിട്ട് വരയ്ക്കും. നമ്മളെയൊക്കെ വരയ്ക്കുമ്പോൾ നല്ല രീതിയിൽ വരയ്ക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ അത് പക്ഷെ അമ്മയ്ക്ക് ഇഷ്ടമല്ല, എന്താണെന്നറിയില്ല.
അപ്പം സാധാരണ കുട്ടികളിൽ പാരന്റ്സ് എന്ത് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്, പാരന്റ്സിന്റെ ഇൻട്രസ്റ്റും പേഴ്സണാലിറ്റിയും കുട്ടിയിൽ അടിച്ചേൽപ്പിക്കും. The will of the adult will is altered. This is when the parent will not allow the child to improve his own personality. അതേപോലെ തന്നെ പാരന്റ്സ് എന്ത് ചെയ്യും, കുട്ടികളുടെ ഓൺ പേഴ്സണാലിറ്റി എന്ത് ചെയ്യില്ല, ഡെവലപ്പ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് അവരെന്ത് ചെയ്യില്ല, ഹെൽപ്പ് ചെയ്യില്ല. അവരെന്ത് ചെയ്യും, നമ്മളുടെ പേഴ്സണാലിറ്റി, പാരന്റ്സിന്റെ പേഴ്സണാലിറ്റി കുട്ടിയില് എന്ത് ചെയ്യും, ഇൻഫ്ലുവൻസ് ചെയ്യും. ദ അഡൽട്ട് ആണോ? നമ്മള് ശരിക്കും പറഞ്ഞാല് വളരെ ഒരു കഷ്ടമാണ്. കാരണം കുട്ടിയുടെ ഇൻട്രസ്റ്റും കാര്യങ്ങളും നോക്കിയിട്ട് വേണം നമ്മൾ പാരന്റ്സിനൊക്കെ അറിയാം. പഠിച്ച എല്ലാ കുട്ടികളും ഇൻഡിവിജ്വലി ഡിഫറൻസ് ആണ്. നിങ്ങൾ ഒരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പഠിച്ചില്ലേ? അപ്പൊ നമ്മൾ എന്താണ്, എല്ലാ ഇൻഡിവിജ്വലി ഭൂമിയിലേക്ക് വരുന്ന എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അവരുടെ കഴിവുകളും കാര്യങ്ങളൊക്കെ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അപ്പൊ കുട്ടികളുടെ കഴിവുകൾ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ അത് സപ്പോർട്ട് ചെയ്യാണ് പാരന്റ്സ് ചെയ്യുന്നത്. അല്ലാതെ കുട്ടികളുടെ കഴിവിനെ മാറ്റി നിർത്തി നമ്മളുടെ ഇഷ്ടത്തിന് അവരെ വളർത്തിയെടുക്കുമ്പോൾ അത് കുറച്ച് ഡിഫിക്കൽട്ട് ആയി. എനിക്കറിയാം മാം, ആ പാരന്റ് എന്ന് പറയുന്നത് ടീച്ചറാണ്. അതാണ് ഏറ്റവും വലിയ ഒരു ഇതെന്ന് പറയുന്നത്. ആ കുട്ടിയുടെ അച്ഛൻ ആർമിയാണ്, ഒരു ആർമി ഉദ്യോഗസ്ഥനായിരുന്നു. പക്ഷേ ആ കുട്ടി നന്നായിട്ട് പഠിക്കും, നന്നായിട്ട് പഠിച്ച് ഫുൾ A+ 10ലും +2നും ഒക്കെ ഉണ്ടായിരുന്നു. സയൻസ് ആയിരുന്നു ആ കുട്ടി. പക്ഷേ അവരെ അമ്മ, ആ ടീച്ചർ പറഞ്ഞുകൊണ്ടിരുന്നത് PSC പഠിക്കാൻ വിടും, +2 കഴിഞ്ഞിട്ട് PSC പഠിക്കാൻ വിടും, ഒരു ഗവൺമെന്റ് ജോലി ആ കുട്ടിക്ക് കിട്ടണമെന്നായിരുന്നു ടീച്ചറിന്റെ ആഗ്രഹം. പക്ഷേ ഈ കുട്ടിയുടെ അച്ഛന് റിട്ടയർഡ് ചെയ്ത് വന്നിട്ട് PSC ടെസ്റ്റ് എഴുതിയിട്ട് യൂണിവേഴ്സിറ്റിയിൽ അസിസ്റ്റന്റ് ആയിട്ടാണ് ജോലിക്ക് കയറിയത്. നമ്മുടെ ട്രിവാൻഡ്രത്താണ് കയറിയത്. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ കുറേ കൂട്ടുകെട്ടുകളിലും കുറേ പേരുടെ അഭിപ്രായമൊക്കെ കേട്ട് എന്താ പറയാ, കുറേ പേര് ഓരോരോ ഇത് പറഞ്ഞു കൊടുക്കുമല്ലോ +2 കഴിയുമ്പോൾ, അത് കൊള്ളാം ഇത് കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട്. ആ കുട്ടിക്ക് സത്യത്തിൽ B.Ed എടുക്കണം, ഡിഗ്രിക്ക് പോകണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ ആ കൊച്ച് പറഞ്ഞതൊന്നും കേൾക്കാതെ ആ കൊച്ച് ഇവര് ഫോഴ്സ് ചെയ്ത് അതിനെ ബാങ്കിങ്ങിന്റെ ഒരു CC അങ്ങനെ എന്തോ ഒരു കോഴ്സ് പഠിക്കാനായിട്ട് കൊട്ടാരക്കര ഒരു ഇവിടുന്ന് ആ സത്യത്തിൽ ആ കുഞ്ഞ് വീട് വിട്ട് ഒരിടത്തും പോയിട്ടില്ല. അത്ര അതിൽ കൊണ്ട് നടന്നിട്ട് പെട്ടെന്ന് ആ കുട്ടിക്ക് ഒട്ടും താല്പര്യമില്ലാതെ ഹോസ്റ്റലിൽ കൊണ്ടാക്കി. ആ കുട്ടി മാനസികമായിട്ട് ഒരുപാട് അതിലോട്ടായി. പക്ഷെ എന്നിട്ടും ഇവര് അത് അംഗീകരിച്ചില്ല. സത്യത്തിൽ പാരന്റ്സ് അംഗീകരിച്ചതേ ഇല്ല. ആ കുഞ്ഞ് നന്നായിട്ട് നമ്മളടുത്തൊക്കെ വന്ന് പറയുമായിരുന്നു, കരഞ്ഞു പറയായിരുന്നു, എന്നെ കൊണ്ട് പറ്റുന്നില്ല. കാര്യം അവൾക്ക് മാത്സ് പാടാണ്. പക്ഷെ എന്നിട്ട് ഇതിന്റെ കൂടെ ഡിഗ്രിയും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന, എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞൂടാ മാം, അങ്ങനെ ആയിരുന്നു. പക്ഷേ കുഞ്ഞിന് ആദ്യത്തെ ടെസ്റ്റ് എഴുതി കിട്ടിയില്ല. അതിന് അവൾക്ക് നന്നായിട്ട് പറ്റിയില്ല. അവള് നന്നായിട്ട് വർക്ക് ചെയ്തു, പക്ഷെ കിട്ടിയില്ല. എന്നിട്ട് അവര് പറഞ്ഞു ശരിയാവൂല, പിന്നും പഠിക്കണമെന്ന് ഫോഴ്സ് ചെയ്തു. പിന്നും ക്യാഷ് അടച്ച് പിന്നും അതിന് അവിടെ തന്നെ ഇട്ടു. ലാസ്റ്റ് അതിന്റെ ഒരുപാട് മുടിയൊക്കെ ഉണ്ടായിരുന്നേ, ഒരുപാട് മുടി ഉണ്ടായിരുന്നു. ഞാൻ നല്ലൊരു കുട്ടിയായിരുന്നു. ആ കുഞ്ഞിന്റെ മുടി അത്രയും ഡിപ്രഷനായി പോയി. സത്യത്തിൽ ടെൻഷനൊക്കെ കൊണ്ട് ഫുഡൊന്നും കഴിക്കാതെ മുടിയൊക്കെ പോയി, ആളാകെ ഇതായപ്പോൾ അവര് ഈ കുഞ്ഞിന്റെ സത്യത്തിൽ പഠിക്കാൻ പറ്റാത്തതുകൊണ്ടല്ല, കുഞ്ഞ് ഇങ്ങനെ മുടിയൊക്കെ പോയി കുഞ്ഞാകെ അങ്ങ് ക്ഷീണിച്ചു പോയപ്പോൾ ഇവർക്ക് ടെൻഷനായി. എന്നിട്ട് മാം ആ കുട്ടിയെ ഇവിടെ കൊണ്ടുവന്നിട്ട് അതേ കോഴ്സിന് ഇതിനെ ട്രിവാൻഡ്രത്ത് കൊണ്ടാക്കി. ആ കുഞ്ഞിനെ അവിടെ 1.5 വർഷത്തോളം അതിനെ അവിടെ അങ്ങനെ ഇട്ടിട്ട് പിന്നെ ഇവിടെ കൊണ്ടുവന്ന് പിന്നെ ഇതിനെ 1.5 വർഷം ഇവിടെ ട്രിവാൻഡ്രത്ത് കൊണ്ടുപോയിട്ട് അതിന് ജയിച്ചില്ല. ആ കൊച്ചിന്റെ തോൽവി സത്യത്തിൽ കുട്ടി ഈ ഇതിലാണ് അറിഞ്ഞിട്ടുള്ളത്. കാര്യം എല്ലാത്തിലും ആർട്ടിനോടൊക്കെ നന്നായിട്ട്, ഡാൻസ് എല്ലാം കലാപരമായിട്ടൊക്കെ മുന്നിൽ നിൽക്കുന്ന കുഞ്ഞ് ഈ ഒരു തോൽവി കൊണ്ട് ആകെ അങ്ങ് ഡൗൺ ആയിപ്പോയിട്ട് സത്യത്തിൽ ഇപ്പൊ ആ കുഞ്ഞിന്റെ അവസ്ഥ അത് ഡിസ്റ്റന്റ് ആയിട്ട് ഡിഗ്രി അത് പഠിക്കുക എന്ന് വെച്ചാൽ അതിനി പറ്റില്ല എന്നായി. അവർക്ക് തന്നെ പാരന്റിന് തന്നെ മനസ്സിലായി ഇത് പറ്റൂല, കൊച്ചിനെ കൊണ്ട് പറ്റൂല എന്ന് മനസ്സിലാക്കിയിട്ട് ഇതിപ്പോ വെളിയിലൊന്നും ഇറങ്ങൂല. കാര്യം കുഞ്ഞിനെ നാണക്കേടായി. ഇത്രയും നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന കുഞ്ഞ് നമ്മളിപ്പോ ഒരിടത്ത് പഠിക്കാൻ കൊണ്ടാക്കുമ്പോ അത് തോറ്റെന്നല്ലേ മാം വെളിയിൽ വരുള്ളൂ. ആ ഒരു മൈൻഡ് ആയിപ്പോയി കുഞ്ഞിന്. നല്ലൊരു കുഞ്ഞായിരുന്നു, പക്ഷെ ഒരിടവും എത്തിയില്ല. പക്ഷെ നല്ല ക്യാഷ് ഒക്കെ ഉള്ള ആൾക്കാരാണ്
പക്ഷെ ആ കുഞ്ഞിന്റെ ഭാവി അത് ആ അവരായിട്ട് പാരന്റ്സിന്റെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ അവരുടെ ഇൻട്രസ്റ്റിന് കുട്ടീനെ വളർത്തുമ്പോഴുള്ള പ്രശ്നം. നമ്മൾ തന്നെ അവരുടെ കുട്ടികളുടെ കഴിവ് എന്താണോ അതിനനുസരിച്ച് സപ്പോർട്ട് ചെയ്യാം. നമ്മൾ ഓവർ പവർ ചെയ്യരുത് കുട്ടിയുടെ പേഴ്സണാലിറ്റി. നമ്മളുടെ പേഴ്സണാലിറ്റി എന്ത് ചെയ്യരുത്, ഇമ്പോസ് ചെയ്യരുത്. മാത്രമല്ല മറ്റു കുഞ്ഞുങ്ങളടുത്തും അവരെ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു ഫാമിലി ആയിരുന്നു. 2-3 കുഞ്ഞുങ്ങളുടെ ഞാനുണ്ട്, പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ഞങ്ങളെ ഒന്നും ഡിഗ്രിക്കൊന്നും പോകാൻ സമ്മതിക്കാതെ ഞങ്ങളെ വഴിതിരിച്ചിട്ട് ഞങ്ങളൊക്കെ എഡ്യൂക്കേഷൻ പകുതി വഴിക്കാക്കിയതിൻ്റെ കുറേയൊക്കെ പങ്കുണ്ട്. പക്ഷേ അതിൻ്റെതൊക്കെ ആയിരിക്കും മോക്കും ആ ഒരു അവസ്ഥ തന്നെ, അവരുടേതായിട്ട് ആ ഒരു അവസ്ഥയിൽ ആ മോളെ കൊണ്ട് എത്തിച്ചു എന്ന് വേണോ പറയാൻ. നമ്മളെ താല്പര്യം നമുക്ക് എന്താണ് എന്റെ പഠിക്കാൻ മോള് ആഗ്രഹം. പ്ലസ് ടു കഴിഞ്ഞ സമയത്തും ഇങ്ങനെ തന്നെയായിരുന്നു കേട്ടാ. എന്റെ മോള് പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് അവൾക്ക് ഇതുപോലെ എല്ലാത്തിനും ഫുൾ A+ തന്നെയായിരുന്നു, 10ലും പ്ലസ് ടുവിനൊക്കെ. എന്നിട്ട് എല്ലാവരും ഇങ്ങനെ അവളുടെ അടുത്ത് പറഞ്ഞിരുന്നു, നിനക്ക് നല്ല കഴിവുള്ളതല്ലേ, നീ ഡോക്ടർ ആവ്, എഞ്ചിനീയർ ആവ്, അങ്ങനെയൊക്കെ ഒരു പറച്ചിലായിരുന്നു. പക്ഷെ അവൾക്ക് ഈ എൻട്രൻസ് കോച്ചിങ് എന്ന് പറയണത് ഇഷ്ടമില്ല, പുഴുങ്ങിയിരുന്ന് പഠിക്കുക എന്നാ പറയാ. ഞാൻ ആകെ ഡിപ്രഷൻ ആയി പോവും. ഇന്നങ്ങനെ പുഴുങ്ങി കൊണ്ടുപോയി പറഞ്ഞയക്കരുത് പറയും. അവൾക്ക് ഈ ചെടികള്, പ്രകൃതി അങ്ങനെയൊക്കെ ആയിട്ട് BSc ബോട്ടണി എടുത്തുക്കണത്. അഗ്രികൾച്ചറിന് നോക്കി, പക്ഷെ കിട്ടിയില്ല. ഇപ്പതാ ബോട്ടണി എടുത്ത് അവിടെ സെക്കൻഡ് ഇയർ ആയിപ്പോ BSc ബോട്ടണി എടുത്തത്. ഇപ്പൊ വലിയ കുട്ടികളും ഡീവിയേഷൻ ആവും. നമ്മള് കുഞ്ഞു കുട്ടികളുടെ ക്യാരക്ടർ പഠിക്കുമ്പോൾ നമ്മള് വലിയ കുട്ടികൾ പല സ്റ്റേജിലും ഈ ഡീവിയേഷൻ ഡിപ്രഷനിലേക്കൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. നമ്മുടെ ടീച്ചേഴ്സ് ആണ് ആ ഡീവിയേഷൻസ് കാര്യങ്ങളും ഐഡന്റിഫൈ ചെയ്ത് അവരെ നോർമലൈസ്ഡ് ആക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഡ്യൂട്ടി. വലിയ കുട്ടികളൊക്കെ ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഡിഫറെന്റ് ഏജസിൽ ഡിഫറെന്റ് ടൈമിൽ നമുക്ക് ഡീവിയേഷൻസ് സംഭവിക്കുന്നുണ്ട് നമ്മുടെ പേഴ്സണാലിറ്റിയിൽ. അപ്പോ ഡീവിയേറ്റഡ് ആണെങ്കിൽ ആ കുട്ടിക്ക് എന്താണോ ഇൻട്രസ്റ്റ്, ആ ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ നമ്മൾ അവരെ കൊണ്ട് ചെയ്യിക്കണം. ചില കുട്ടികൾക്ക് ഇപ്പൊ പഠിക്കാൻ അത്ര ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, ചിലപ്പോൾ അവർക്ക് ഡാൻസ് ആയിരിക്കും ഇഷ്ടം. സോ നമ്മൾ ആ കാര്യങ്ങൾ അവരെ കൊണ്ട് റിപ്പീറ്റ്ലി ചെയ്യിക്കാണ്, അല്ലെങ്കിൽ ആ വർക്ക് ചെയ്യിക്കാണ്. നമ്മൾ നോർമലൈസേഷൻ ത്രൂ വർക്കിലൂടെയാണല്ലോ കുട്ടിയെ നോർമലൈസ്ഡ് ആക്കുന്നത്. അപ്പൊ നോർമൽ ആക്കണമെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള കാര്യം എന്താണോ അത് അവരെ കൊണ്ട് ചെയ്യിക്കാം. അപ്പൊ അങ്ങനെ ചെയ്യുന്നതിലൂടെ അവർ നോർമൽ ചൈൽഡ് ആയിട്ട് മാറും, ആ നോർമൽ ലൈനിലേക്ക് അവർ തിരിച്ചു വരും. സോ ഡീവിയേഷൻസ് പല രീതിയിൽ സംഭവിക്കുന്നുണ്ട്. ചെറിയ കുട്ടികളുടെ ഇഷ്ടവും സ്നേഹവും കെയറും പ്രോപ്പറായിട്ട് കിട്ടാതെ വരുമ്പോഴാണ് ഡീവിയേറ്റ് ചെയ്യുന്നത്. ഞാൻ പഠിപ്പിച്ചൊരു കുട്ടിയാണ്. കുട്ടിക്ക് പാരന്റ്സ് രണ്ടുപേരും ഗവൺമെന്റ് ജോലിയാണ്. എന്നുവെച്ചാല് ആദ്യം ഹസ്ബൻഡ് പോലീസിലാണ് ഹസ്ബൻഡ്. ചേട്ടനായിരുന്നു ജോലി കിട്ടിയത്. ചേട്ടൻ വർക്ക് ചെയ്യുന്ന കുറച്ച് നമുക്ക് ഡെയിലി വന്നു പോകാൻ പറ്റിയ, അപ്പൊ അവിടെ ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത്, ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. കുട്ടിയും അമ്മയും കൂടി വീട്ടിലാണ്. അമ്മയും കുട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ബോണ്ടാണ്. രണ്ടുപേരും എപ്പോഴും ഭയങ്കര ഭയങ്കര ബോണ്ടാണ്. എവിടെ പോയാലും അമ്മ കുട്ടീനെ കൊണ്ടുപോകും. അതേപോലെ അവൻ നന്നായിട്ട് പഠിക്കുമായിരുന്നു. നന്നായിട്ട് പഠിക്കുമായിരുന്നെങ്കിൽ ചെറിയൊരു KG സെഷൻ മുതൽ അവൻ അറിയുന്നതുകൊണ്ട് അവൻ ചെറുപ്പത്തിലൊക്കെ നന്നായിട്ട് പഠിക്കുമായിരുന്നു. അമ്മയും ഭയങ്കര സപ്പോർട്ടാണ്, അവരെ പഠിക്കുന്ന കാര്യത്തിൽ അമ്മയും ഭയങ്കര സപ്പോർട്ടാണ്. ഈ ടൈമിൽ തന്നെ അമ്മ എന്ത് ചെയ്യുന്ന കുട്ടീനെ കൊണ്ടുവന്ന് ക്ലാസ്സിലാക്കിയിട്ട് PSc നോക്കുന്നുണ്ടായിരുന്നു. PSc കോച്ചിങ്ങിന് കാര്യങ്ങൾക്കും പോകുന്നുണ്ട്. എന്നാലും അമ്മയുടെ പഠിത്തത്തെക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് അവന്റെ കാര്യത്തിൽ കെയറിംഗ് കാര്യത്തിൽ കൊടുക്കുമായിരുന്നു. കാരണം അമ്മ പഠിക്കുന്നത് ചിലപ്പോൾ നൈറ്റ് ആയിരിക്കും. അവനെ പഠിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം നൈറ്റ് ആണ് പഠിക്കുന്നത്. എന്നോട് പറയും ഇങ്ങനെ, അവനുള്ളപ്പോ അവനെ കൂടുതൽ ശ്രദ്ധിക്കണമല്ലോ മോളെ, അതുകൊണ്ട് ഞാൻ അവനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പൊ ഭയങ്കര നല്ല ഒരു കുട്ടി, നല്ല സ്വഭാവമുള്ള ഒരു കുട്ടിയായിരുന്നു. ഭയങ്കര സ്നേഹം, നമ്മളോടൊക്കെ ഭയങ്കര റെസ്പെക്ട് ഉള്ള ഒരു കുട്ടിയായിരുന്നു അവൻ ആദ്യം. അത് കഴിഞ്ഞ് അമ്മയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ PSc എഴുതി ജോലി കിട്ടിക്കഴിഞ്ഞപ്പോ ട്രിവാൻഡ്രത്താണ് ജോലി, സെക്രട്ടേറിയറ്റില്. അപ്പൊ എന്തായാലും അവിടെ കമ്പൽസറി ഇത്രയും വർഷം വർക്ക് ചെയ്യണം, 1 ഇയറോളം വർക്ക് ചെയ്യണം. അതെന്തുകൊണ്ട് അത് കഴിഞ്ഞാൽ അവർക്ക് ട്രാൻസ്ഫർ കിട്ടുള്ളൂ. സോ അമ്മയ്ക്ക് കമ്പൽസറി അറിയാലോ, ഒരു ഗവൺമെന്റ് ജോലി കിട്ടുക എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും സ്വപ്നം, അല്ലെങ്കിൽ ഒരു ലൈഫ് അക്കംപ്ലിഷ്മെന്റ് മൂവ്മെന്റ് ആണ്, സെൽഫ് ആക്ച്വലൈസേഷൻ മൂവ്മെന്റ് ആണ്. സോ എന്ത് ചെയ്തു, ഈ ചേച്ചി ജോലിക്ക് വേണ്ടി പോയി. മകൻ ചേച്ചിയുടെ അമ്മയും അച്ഛനാണ് നോക്കിയിരുന്നത്. സോ അങ്ങനെ ക്യാരക്ടർ ഭയങ്കരമായിട്ട് മാറി, എൻറ്റയർലി മാറി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആള് ഡിപ്രഷൻ ഒന്നല്ല, അവൻ ഭയങ്കര ദേഷ്യം, ആരെന്ത് പറഞ്ഞാലും അനുസരിക്കില്ല, ദേഷ്യം കാണിക്കാൻ തുടങ്ങി. നമ്മളോട് മുമ്പ് സ്നേഹത്തോടെ പെരുമാറുന്ന കുട്ടി എന്ത് പറഞ്ഞാലും തർക്കുത്തരം പറയുന്നു, ദേഷ്യം കാണിക്കുന്നു.
എന്നുവെച്ചാൽ സംസാരിക്കുന്ന ലാംഗ്വേജ്, അവൻ ആ ഒരു അമ്മനെ പിരിഞ്ഞതിന്റെ വിഷമമാണ് നമുക്കറിയാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അമ്മ ഇല്ല, അടുത്തില്ല എന്നുള്ളൊരു വിഷമമാണ്. അച്ഛൻ വർക്ക് ചെയ്യുന്നവന് കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷെ അമ്മയും കൂടി അവൻ ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞപ്പോ അവനത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. സോ അവന്റെ ക്യാരക്ടർ ഭയങ്കരമായിട്ട് മാറി, കുട്ടികളോട് ഭയങ്കര ഉപദ്രവവും കാര്യങ്ങളും, ഭയങ്കര ന്യൂട്ടിയാണ്, ഭയങ്കരമായിട്ട് ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ചൈൽഡ് ആയിട്ട് മാറി, ഹൈപ്പർ ആക്റ്റീവ് നോട്ടി ആയിട്ടുള്ള ചൈൽഡ് ആയിട്ട് മാറി. സോ പിന്നീട് ഞാൻ പാരന്റ്സ് കുട്ടിയുടെ അമ്മേനെ കണ്ടപ്പോ പറഞ്ഞു, അവൻ ഭയങ്കരമായിട്ട് വികൃതിയാണ്, അപ്പൊ മോളെ എല്ലാവരും പറയുന്നുണ്ട്, അച്ഛനും അമ്മയും വരെയും പറയുന്നുണ്ട്, അവനൊട്ടും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല, അവന് ഇഷ്ടമുള്ളത് മാത്രമേ കഴിക്കുന്നുള്ളൂ, ബാക്കി ഭക്ഷണം കഴിച്ചില്ല, അവന് ഇഷ്ടമായില്ലെങ്കിൽ അത് ആ പ്ലേറ്റ് തന്നെ എടുത്ത് കളയാണ്, എറിഞ്ഞു കളയാണ്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, സംസാരിച്ചത് പറഞ്ഞു, അത് മോനെ ഇപ്പൊ നമ്മള് അമ്മയും മോനും നമ്മൾ ഇത്രയും സ്നേഹത്തോടെ അല്ലെങ്കിൽ ബോണ്ടായിരുന്നല്ലോ, അപ്പം പിരിഞ്ഞു നിന്നതിന്റെ പ്രശ്നമായിരിക്കാം, അപ്പൊ അതൊന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എന്നോട് പറഞ്ഞു 1 വർഷത്തോളം നമ്മൾ അവിടെ കമ്പൽസറി വർക്ക് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് ട്രാൻസ്ഫർ കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 1 വർഷത്തോളം ഈ പ്രശ്നം തന്നെ ഞങ്ങൾ ഫേസ് ചെയ്തു, 1 ഇയറോളം. അതിന്റെ ആ ഒരു ടൈമിൽ 1 ഇയറിൽ അവൻ ചെയ്യാത്ത കുറ്റക്കേടുകളൊന്നുമില്ല. ഒരു കുട്ടിയുടെ കണ്ണില് പെൻസിലോ എന്തോ ഒരു സാധനം കമ്പ് എടുത്തെറിഞ്ഞു, കണ്ണില് എന്തോ കൊണ്ട് ഭയങ്കര സീനായി. അതേപോലെ ആൺകുട്ടികൾ തമ്മിൽ വഴക്ക്, ഭയങ്കര പ്രശ്നങ്ങൾ, ഇടിയും എന്ത് പറയുന്നു, മുതിർന്നവരോട് പോലും തർക്കുത്തരങ്ങൾ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഒക്കെയാണ്. അപ്പൊ ഇങ്ങനത്തെയൊക്കെ സിറ്റുവേഷനിലൂടെ പോയിരിക്കായിരുന്നു. അത് കഴിഞ്ഞ് അമ്മ എന്ത് ചെയ്തു, ട്രാൻസ്ഫർ വാങ്ങിച്ചു. എനിക്ക് തോന്നുന്നു എറണാകുളത്തേക്കാണ് ട്രാൻസ്ഫർ കിട്ടിയത്. അപ്പോഴും ഡെയിലി രാവിലെ പോകണം, രാവിലെ പോകുന്നത് 7 മണി 8 മണി ആകുമ്പോൾ പോകണം, വൈകുന്നേരം ഒരു 5 മണിക്ക് കഴിയുള്ളൂ, പക്ഷെ ഒരു 6 7 മണിയൊക്കെ ആകുമ്പോഴാണ് വരുന്നത്. അപ്പോഴും അവന് ഈ ഒരു ചെറിയ പ്രശ്നങ്ങൾ കാണുന്നുണ്ട്, പക്ഷെ എന്നാലും കുറഞ്ഞു വരുന്നതായിട്ട് മനസ്സിലായി. പിന്നീട് അമ്മയ്ക്ക് അടുത്തുള്ള ഒരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ വാങ്ങിച്ച് അടുത്തുള്ള സ്ഥലത്ത് ഇപ്പൊ രണ്ടുപേരും തമ്മിൽ നല്ല ബോണ്ടാ, വലിയ കുട്ടിയായി പോവാൻ. എനിക്ക് തോന്നുന്നു 7th പഠിക്കുക. അപ്പൊ ആ പ്രശ്നങ്ങളൊക്കെ മാറി നല്ല കുട്ടിയായിട്ടാണ് പോകുന്നത്. അമ്മയുടെ ഒപ്പം തന്നെയാണ് അവനെ കൊണ്ടുനാക്കാൻ പോകുന്നതൊക്കെ. നമ്മൾ വേറെ സ്കൂളിലേക്ക് പോയി, അപ്പൊ അവൻ കൊണ്ടുനാക്കാൻ പോകുന്നതൊക്കെ നമുക്ക് കാണുമ്പോ ഭയങ്കര പണ്ടത്തെ ആ ഒരു കുട്ടി എന്താ പറയാ, കുറുമ്പും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ ഒരു നല്ലൊരു കുട്ടിയായിട്ട് ഇപ്പൊ മാറിയിട്ടുണ്ട്. എന്നോട് പറഞ്ഞു, ഇപ്പൊ അവൻ കുഴപ്പമൊന്നുമില്ല മോളെ, ഇപ്പൊ അവൻ നല്ല രീതിയിലാണ് പെരുമാറുന്നത്, മറ്റുള്ളവരോട് നല്ല സ്നേഹത്തോടെ പെരുമാറുന്നത്. നമുക്ക് കണ്ടാലും മനസ്സിലാവും. പണ്ടും ബുദ്ധിയൊന്നും കോമ്പ് പോലും ചെയ്ത് വെക്കില്ലായിരുന്നു, വെറുതെ എഴുതും. അതേപോലെ ഡ്രസ്സ് പ്രോപ്പർ ആയിട്ട് ബട്ടൺസ് ഒന്നും ഇടില്ല. എങ്ങനെയൊക്കെ നമുക്കൊരു ഭയങ്കര അവന് കാണുമ്പോ തന്നെ നമുക്കൊരു എന്താ പറയാ, ഒരു വൃത്തിയില്ല, അങ്ങനത്തെ ഒരു ഫീൽ ആയിട്ട് തോന്നുന്നില്ല. പക്ഷെ ഇപ്പൊ പെർഫെക്റ്റ് ആണ്, അവൻ കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് ചെയ്യുന്നുണ്ട്, ഡ്രസ്സൊക്കെ ചെയ്യുന്നതൊക്കെ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ അവൻ ആ സമയത്ത് സംഭവിച്ചത് ഡീവിയേഷൻ ആയിരുന്നു. ടീച്ചേഴ്സ് ഐഡന്റിഫൈ ചെയ്യും, ആ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ കണ്ടെത്തി ചെയ്യുമ്പോൾ അവൻ നോർമൽ ചൈൽഡ് ആയിട്ട് മാറി. ഇത് എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഡിഫറെന്റ് സ്റ്റേജസ് ആയിരിക്കും. നമ്മൾ ഏത് ടൈപ്പ് ചൈൽഡ് ആണ്, നമ്മൾ നോർമൽ ആണോ ഡീവിയേറ്റഡ് ആണോ എന്നൊക്കെ നമ്മൾ തന്നെ ഒന്ന് ഒബ്സർവ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നമുക്ക് നോക്കാം. The will of the adult is alternated. നമ്മുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കും. This is when the parent do not allow the child to improve his own personality. അപ്പൊ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ കുട്ടികളെ വളർത്താനാണ് മിക്ക പാരന്റ്സും എന്ത് ചെയ്യുന്നത്, ഇൻട്രസ്റ്റ് കാണിക്കുന്നത്. പക്ഷെ കുട്ടികളുടെ ഇഷ്ടവും അവരുടെ ഓൺ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ അലൗ ചെയ്യുന്നില്ല. സോ ദ അഡൾട്ട്, മുതിർന്നവരെ ഇമ്പോസ് ഹിസ് പേഴ്സണാലിറ്റി ഓൺ ദ ചൈൽഡ്. മുതിർന്നവർ എന്ത് ചെയ്യും, അവരുടെ പേഴ്സണാലിറ്റി കുട്ടികളിൽ എന്ത് ചെയ്യാൻ നോക്കും, ഇമ്പോസ് ചെയ്യാനായിട്ട് നോക്കും. ഓവർ പവർ ഹിം. അപ്പൊ അവരെ എല്ലാ കാര്യത്തിലും നമ്മൾ അവരെ എന്ത് ചെയ്യും, നമ്മൾ ഡിപ്പെൻഡ് ചെയ്യിപ്പിക്കും. അത് നല്ലൊരു കാര്യമല്ല. എല്ലാ കാര്യവും നമ്മൾ തന്നെ അവർക്ക് ചെയ്തു കൊടുക്കുന്നതും അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു കാര്യം ചെയ്യിക്കാതെ വരുന്നതും എന്താണ്, അതൊരു ഡീവിയേഷൻ ആണ്. കാരണം ഒരു കാര്യം സ്വയം ചെയ്യാനായിട്ട് അറിയില്ല എന്ന് പറയുന്നത് കൈൻഡ് ഓഫ് ഡീവിയേഷൻ ആണ്. സോ നമ്മൾ കുട്ടികളെ കൊണ്ട് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടാസ്ക്, അവരുടെ ഏജിനനുസരിച്ചിട്ടുള്ള ടാസ്കും കാര്യങ്ങളും ചെയ്യിക്കണം. അങ്ങനെ ചെയ്യിക്കുന്നതിലൂടെ നമുക്ക് കുട്ടീനെ നോർമൽ ചൈൽഡ് ആക്കി മാറ്റാനായിട്ട് പറ്റും. The child needs a loving and stimulating environment without which his personality will be deviated. അവന് നല്ലൊരു ലവിങ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ്, സ്റ്റിമുലേറ്റിംഗ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണെങ്കിൽ അവന്റെ പേഴ്സണാലിറ്റി അവന് ഡീവിയേഷൻ സംഭവിക്കുന്നില്ല. അവൻ നോർമൽ ചൈൽഡ് ആയിട്ട് തന്നെയാണ് വളരുന്നത്. Montessori felt that deviation were not in the true of the child. ആ കുട്ടിയുടെ റിയൽ ക്യാരക്ടർ അല്ല ഡീവിയേഷൻ. ഞാൻ പറഞ്ഞൊരു കുട്ടിയുടെ കേസിൽ അവൻ അങ്ങനെ ആയിരുന്നില്ല.
പക്ഷെ അവന്റെ ആ ഒരു സമയത്ത് ആ ഒരു എന്താ പറയാ ചേഞ്ചസും കാര്യങ്ങളും അല്ലെങ്കിൽ അവർക്ക് ഫാമിലിയിൽ വന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും കാരണം അവന്റെ ക്യാരക്ടർ അങ്ങനെ ആയി മാറിയതാണ്. വീണ്ടും അവന് കെയറും സ്നേഹവും ഒക്കെ കിട്ടിക്കഴിഞ്ഞപ്പോ അവൻ എന്തായിട്ട് നോർമൽ ചൈൽഡ് ആയിട്ട് മാറി. ഓക്കെ, എന്താണ് ഡീവിയേഷൻ മനസ്സിലായോ? ബാക്കിയുള്ളവർക്കോ? ഓക്കെ, ഇനി നമ്മൾ ഡിഫറെന്റ് ക്ലാസ്സസ് ഓഫ് ഡീവിയേഷൻസ് ഉണ്ട്. ഡിഫറെന്റ് ക്ലാസ്സസ് ഓഫ് ഡീവിയേഷൻ നമ്മൾ മോണ്ടിസോറി ഡിസ്ക്രൈബ് ചെയ്യുന്നത് മെയിൻ ആയിട്ട് 3 ക്ലാസ്സസ് ആണ് പറയുന്നത്. നോട്ടി ചൈൽഡ്, വീക്ക് ചൈൽഡ്, ബ്രൈറ്റ് ചൈൽഡ് ചിൽഡ്രൻ. നോട്ടി ചിൽഡ്രൻ, വീക്ക് ചിൽഡ്രൻ, ബ്രൈറ്റ് ചിൽഡ്രൻ. നമുക്ക് നോക്കാം. Mental deviation are difficult to identify and peak when compared to physical deviation. നമ്മൾ ഫിസിക്കൽ ഡീവിയേഷൻ പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും. നമുക്ക് മൂവ്മെന്റ്സ് ചെയ്യാനൊക്കെ പറ്റുന്നില്ല, വർക്കുകൾ ചെയ്യാൻ പറ്റുന്നില്ല, ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ഫിസിക്കൽ ഡീവിയേഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ മൈൻഡിന്റെ ഡീവിയേഷൻ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന്റെ ഡീവിയേഷൻ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. മെന്റൽ ഡീവിയേഷൻ പറ്റില്ലല്ലോ, ഐഡന്റിഫൈ ഇല്ലെങ്കിൽ നമ്മുടെ ഡിപ്രഷൻ കാര്യങ്ങളും ഒരാള് ഡിപ്രഷനിലൂടെ കടന്നു പോവാണ് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റണമില്ല. എന്നുവെച്ചാല് പുറത്തുനിന്ന് നോക്കുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് അവരുടെ മെന്റൽ ഡീവിയേഷൻ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റണമെന്നില്ല. കാരണം ചിലപ്പോൾ നമുക്കത് ഫീൽ ചെയ്യുന്നത് നോർമൽ ആണ് എന്ന് തോന്നും, പക്ഷെ അവരുടെ മനസ്സ് ചിലപ്പോൾ എങ്ങനെയായിരിക്കും, ഡീവിയേറ്റഡ് ആയിരിക്കും. അപ്പൊ നമ്മള് ഫിസിക്കൽ ഡീവിയേഷൻസ് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ മൂവ്മെന്റ്സ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റാതെ വരുമ്പോ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ഫിലിം കണ്ടിട്ടുണ്ടാവും. ആ ഫിലിമില് ഒരാള് സോഫയിൽ ഇരിക്കുകയാണ്. സോഫയിൽ ഇരുന്നിട്ട് എന്താണ് റിമോട്ട് ടിവിയിലെ ചാനൽ മാറ്റണം. സോ റിമോട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, എടുക്കാൻ പറ്റുന്നില്ല. ദാറ്റ്സ് കൈൻഡ് ഓഫ് ഫിസിക്കൽ ഡീവിയേഷൻ ആണ്. റിമോട്ട് എടുക്കാൻ വരെ മടിയാണ്. അതെന്തുകൊണ്ടാണ്? അതൊരു ഡീവിയേഷൻ ആണ്, ഫിസിക്കൽ ഡീവിയേഷൻ ആണത്. നമുക്ക് അവിടെ ചെന്ന് അത് എടുത്ത് ചാനൽ മാറ്റണം, അല്ലെങ്കിൽ ഒന്ന് ചെന്ന് ഡോർ ക്ലോസ് ചെയ്യാനോ പറ്റാത്തൊരു അവസ്ഥയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫിസിക്കൽ ഡീവിയേഷൻ. ഓക്കെ, അപ്പൊ ഫിസിക്കലി അവര് ഇൻകേപ്പബിൾ ആവും, നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നമുക്കൊരു ഉഷാറുണ്ടാവില്ല, അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ചെയ്യാൻ ഭയങ്കര മടിയായിരിക്കും, അല്ലെങ്കിൽ നാളെ ചെയ്യാം. ഇപ്പോ എവിടെയെങ്കിലും പോകാൻ പറയുമ്പോ നാളെ പോവാം അങ്ങനെ പറയും. അങ്ങനെ വരുമ്പോ അതെന്താണ്, ഫിസിക്കൽ ഡീവിയേഷൻ ആണ്. കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഫിസിക്കൽ ഡീവിയേഷൻ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. കുട്ടികളിൽ ഈ ഉന്മേഷവും അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് കുറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ്, കുട്ടികൾക്ക് ഫിസിക്കൽ ഡീവിയേഷൻ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ കമ്പയർ ടു മെന്റൽ ഡീവിയേഷൻ ഐഡന്റിഫൈ ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. അല്ലെങ്കിൽ ചില ടീച്ചേഴ്സ് എന്ത് ചെയ്യും, ആ കുട്ടിയുടെ ക്യാരക്ടർ അങ്ങനെയാണ്, അങ്ങനെയാണ് എന്ന് അസ്യൂം ചെയ്യും. ഞാൻ പറഞ്ഞൊരു കുട്ടിയുടെ ഉണ്ടെങ്കിൽ ബാക്കി മിക്ക ടീച്ചേഴ്സും പറഞ്ഞത് അവന് ഭയങ്കര വികൃതിയാണ്, കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ടീച്ചേഴ്സിനാണ്, അല്ലെങ്കിൽ അവനൊട്ടും പറ്റുന്നില്ല, അല്ലെങ്കിൽ അവന് നല്ല രീതിയിൽ ചില ടീച്ചേഴ്സ് വഴക്ക് പറയും, തല്ലും. എന്നുവെച്ചാൽ ഓരോ ടീച്ചേഴ്സിനെയും ഹാൻഡിൽ ചെയ്യുന്ന രീതിയാണ്. പക്ഷെ അവൻ ആ സമയത്ത് തല്ലി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ തല്ലിക്കോ, എന്നെ എത്ര തല്ലിയാലും പ്രശ്നമില്ല, അല്ലെങ്കിൽ അവൻ നിന്ന് കൊടുക്കും, തല്ലി എത്ര തല്ലിയാലും എനിക്ക് പ്രശ്നമില്ല എന്നുള്ള രീതിയിലായിരുന്നു അവൻ ആദ്യം പ്രതികരിച്ചത്. പക്ഷേ എനിക്ക് തോന്നി അതല്ല പ്രശ്നം, അവന് കെയർ ആണ്, സ്നേഹമാണ് കിട്ടാത്തത്. സോ നമ്മള് കുട്ടീനോട് പെരുമാറിയ സമയത്ത് സ്നേഹത്തോടെ അമ്മോനെ പറ മോനെ, അല്ലെങ്കിൽ നമ്മള് ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് തലയ്ക്കൊന്ന് തലോടാന്ന് പറയില്ലേ, ജസ്റ്റ് ഒന്ന് ഇത് കൊടുക്കുക, അവരോട് കെയർ ചെയ്യുക. നമ്മൾ ജസ്റ്റ് ഒന്ന് ആ ഒരു ഇഷ്ടവും സ്നേഹമൊക്കെ ഒന്ന് പ്രകടിപ്പിച്ചപ്പോ കുറച്ചും കൂടെ ഇത്രയും കൂടെ എന്ത് ചെയ്തു, അടുത്തു. ഞാൻ പറയുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കേൾക്കും, മറ്റുള്ളവർ പറയുമ്പോൾ ഒന്നും കേൾക്കുന്നില്ല. സോ ഈ ഡീവിയേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ കുറച്ച് പാടാണ്. നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടും. ഡീവിയേഷൻസ് ആണെങ്കിൽ ചിലപ്പോൾ അവരുടെ റിയൽ ക്യാരക്ടർ അങ്ങനെയാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യും, തെറ്റിദ്ധരിക്കും. സോ നമ്മൾ ഡീവിയേഷൻസ് എന്താണ് എന്ന് നേരത്തെ ഐഡന്റിഫൈ ചെയ്യുകയും അത് കറക്റ്റ് ആയിട്ടുള്ള മെഷേഴ്സ് എടുക്കുകയുമാണ് വേണ്ടത്. ഓക്കെ, ഡീവിയേഷൻ ഫ്രം ദ മൈൻഡ് നോർമലി ഡസ് നോട്ട് എക്സിബിറ്റ് ഇറ്റ്സെൽഫ് ക്ലിയർലി. നമ്മുടെ ഡീവിയേഷൻസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മനസ്സ് നേരിട്ട് എക്സിബിറ്റ് ചെയ്യില്ല, തുറന്ന് കാണിക്കില്ല. അത് ഒരു എന്താ പറയാ, നമുക്ക് വേറെ രീതിയിലായിരിക്കും അത് എന്ത് ചെയ്യുന്നത്, എക്സിബിറ്റ് ചെയ്യുന്നത്. അവനോട് എന്താണ്, അവനെ പിരിഞ്ഞിരിക്കുന്നതിൽ ഭയങ്കര വിഷമാണ്, സങ്കടമാണ് അവനുണ്ടായിരുന്നത്.
അങ്ങനെ വിട്ട് നിന്നല്ലോ ആ സമയത്ത് അവൻ അത് ദേഷ്യത്തിലൂടെയാണ് അവൻ അത് പ്രകടിപ്പിച്ചത്. മറ്റുള്ളവരുടെ എല്ലാവരോടും ആ ദേഷ്യം അവൻ കാണിക്കുക ചെയ്തത്. അത് ഡീവിയേഷൻസ് ചിലപ്പോൾ നമ്മുടെ മനസ്സ് നേരിട്ട് അത് എക്സിബിറ്റ് ചെയ്യില്ല, അത് എന്താണ് ക്ലിയർലി അത് എക്സിബിറ്റ് ചെയ്യില്ല. It is possible to categorize 3 main classes of deviation. ഇതിന്റെ ബേസിൽ നമ്മൾ 3 മെയിൻ കാറ്റഗറീസ് ഡീവിയേഷന് 3 ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നോട്ടി ചിൽഡ്രൻ, വീക്ക് ചിൽഡ്രൻ ആൻഡ് ബ്രൈറ്റ് ചിൽഡ്രൻ. ഓക്കെ, ആദ്യം വരുന്നത് നോട്ടി ചിൽഡ്രൻ ആണ്. നോട്ടി ചിൽഡ്രനെ കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഭയങ്കര ഷോർട്ട് ടെമ്പേർഡ് ആയിരിക്കും, കുട്ടികളോട് ബീറ്റ് ചെയ്യും, കിക്ക് ചെയ്യും, നമ്മൾ മുതിർന്നവർ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കില്ല. അതേപോലെ ഭയങ്കര ക്രൂവലായിരിക്കും അനിമൽസിനെയും, അതേപോലെ തന്നെ അവരുടെ കളിപ്പാട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യും, ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവരെ ഉപദ്രവിക്കും. അങ്ങനത്തെ കുട്ടികൾ നോട്ടി ചിൽഡ്രൻ ആണ്. ഞാൻ പറഞ്ഞ കുട്ടി ഡീവിയേഷൻ സംഭവിച്ചത് എനിക്ക് മനസ്സിലായത് ആ കുട്ടി നോട്ടി ചിൽഡ്രൻ ആണ്. കാരണം എന്താണ്, അവൻ മറ്റുള്ളവരോട് ദേഷ്യം, ഭയങ്കര ടെമ്പറാണ്. അതേപോലെ അവരെ ഉപദ്രവിക്കുക, കിക്ക് ചെയ്യുക, ബൈറ്റ് ചെയ്യുക, മുതിർന്നവർ പറയുന്നത് കേൾക്കില്ല, തർക്കുത്തരങ്ങൾ പറയുക, ഭയങ്കര എന്താ പറയുക, ഒരു മറ്റുള്ളവർക്ക് ഒന്നും തിങ്സ് കാര്യങ്ങളൊന്നും കൊടുക്കില്ല. ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾ അവന് കിട്ടിക്കഴിഞ്ഞാൽ വേറെ ആർക്കും അത്യാഗ്രഹം, അവന് കിട്ടിയില്ലെങ്കിൽ അത് മറ്റുള്ളവരെ കൂടി നശിപ്പിക്കണം, അങ്ങനത്തെ ഒക്കെ ചിന്തയായിരുന്നു അവനുണ്ടായിരുന്നത്. അതൊരു ടൈപ്സ് ഓഫ് ഡീവിയേഷൻ ആയിരുന്നു. നോട്ടി ചിൽഡ്രൻസിന് വരുന്ന ടൈപ്പ് ഓഫ് ഡീവിയേഷൻ ആണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നോട്ടി ചിൽഡ്രൻ ആണെങ്കിൽ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഭയങ്കര വയലൻസ് ആയിരിക്കും അവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ പോകുന്ന സമയത്ത് മേ ബി നമ്മുടെ ക്ലാസ്സിൽ ഏതെങ്കിലും ഒരു കുട്ടി ഇങ്ങനെ ഉണ്ടെങ്കിൽ അപ്പം മനസ്സിലാക്കണം അവൻ ഡീവിയേറ്റഡ് ആണ്. അല്ലാതെ ഭയങ്കരമായിട്ട് നോട്ടി ചൈൽഡ് ആണെങ്കിൽ അത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ അവൻ ഡീവിയേറ്റഡ് ആണ്. കറക്റ്റ് ആയിട്ട് അവനെ നമ്മൾ ഗൈഡ് ചെയ്തില്ലെങ്കിൽ അവൻ ഡീവിയേറ്റഡ് ആയിട്ട് മാറും. സോ നമ്മൾ പ്രോപ്പർ ആയിട്ട് അവരെ എന്ത് ചെയ്യണം, ഗൈഡ് ചെയ്യണം. ഇപ്പൊ നമ്മള് ഈ വീട്ടുകളിൽ ഈ നോട്ടി അല്ലെങ്കിൽ ഈ ഒരു വയലൻസും കാര്യങ്ങളും ഈ കുട്ടികൾ കാണിക്കുമ്പോൾ ചെറുപ്പത്തിൽ കാണിക്കുകയാണ്. പാരന്റ്സ് കറക്റ്റ് ടൈമിൽ ആക്ഷൻസ് എടുത്തില്ലെങ്കിൽ ഈ കുട്ടികൾ പിന്നീട് അവർ മുതിർന്ന് കഴിയുമ്പോൾ ഇതേ വയലൻസും കാര്യങ്ങളും അവരെന്ത് ചെയ്യും, അവരുടെ സൊസൈറ്റിയിൽ പ്രകടിപ്പിക്കാനായിട്ട് തുടങ്ങും. സോ അത് കുറച്ച് ഡിഫിക്കൽട്ട് ആണ് നമുക്ക്. അങ്ങനെയാണ് ഈ പറയുന്ന ചെറിയ കുട്ടികൾ പഠിക്കുന്ന സമയത്ത് നല്ല കുട്ടികളായിരുന്നു, പിന്നീട് അവൻ എപ്പോഴോ വഴിതെറ്റി പോയതാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ. അപ്പൊ അത് ഈ നോട്ടി ചിൽഡ്രൻസിനെ ഐഡന്റിഫൈ ചെയ്യാം, ദിസ് കൈൻഡ് ഓഫ് ഡീവിയേഷൻസ് ഐഡന്റിഫൈ ചെയ്യും. കറക്റ്റ് ടൈമിൽ അത് നെസസറി സ്റ്റെപ്സ് എടുക്കുകയും ചെയ്യുകയാണെങ്കിലാണ് നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റുന്നത്, കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നത്. നമുക്ക് നോക്കാം എന്താണ് നോട്ടി ചൈൽഡ് എന്നുള്ള ചിൽഡ്രൻ എന്നുള്ളത്. 1 minute. The naughty children are strong and behave with the violence to wrong treatment they have received. അവർ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. അവരെ മോശമായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ തിരിച്ചും അതേ രീതിയിൽ അതേ ടോണിൽ ചിലപ്പോൾ നമ്മളോട് പെരുമാറും. These children have a tantrum, kick and bite. ഭയങ്കര ദേഷ്യവും കോപമൊക്കെ ആയിരിക്കും. അവര് കുട്ടികളെ കിക്കും ബൈറ്റ് ഒക്കെ ചെയ്യും. മുതിർന്നവരെ എതിർത്ത് സംസാരിക്കുക, അങ്ങനത്തെ ഒക്കെ സ്വഭാവമാണ് അവർക്ക് വരുന്നത്. They are generally greedy. എന്ന് വെച്ചാൽ അവര് ഭയങ്കര അത്യാഗ്രഹികളായിരിക്കും, ഡിസ്ട്രക്റ്റീവ് ആയിരിക്കും, വിനാശകരമായിട്ടുള്ള കാര്യങ്ങള് ഭയങ്കര മറ്റുള്ളവർക്ക് ദോഷകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. ക്രൂവൽ ടു അതർ ചിൽഡ്രൻ, മറ്റു കുട്ടികളെ ഉപദ്രവിക്കുമ്പോൾ പോലും അവരത് എന്താ ചെയ്യുന്നത് എന്ന് ചിന്തിക്കില്ല. നമ്മള് ഈ നോട്ടി ചിൽഡ്രന്റെ കാര്യം പറഞ്ഞപ്പോ എനിക്കൊരു ഇൻസിഡന്റ് പറയണമെന്ന് മനസ്സിൽ കിടക്കുക. നമ്മള് ലാസ്റ്റ് SSLC എക്സാം നടക്കുന്ന സമയത്ത്, ലാസ്റ്റ് ഇയർ SSLC എക്സാം നടക്കുന്ന സമയത്ത് ഒരു കൂട്ടം കുട്ടികള് ഒരു ആൺകുട്ടീനെ ഉപദ്രവിച്ചതും ആ കുട്ടീനെ എന്താണ് മരണത്തിലേക്ക് തള്ളിവിട്ട കഥയും കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നില്ലേ? ന്യൂസ് നമ്മൾ കേട്ടില്ലേ? ഓർമ്മയുണ്ടോ നിനക്കത്? ശരിക്കും പറഞ്ഞ പിള്ളേര് ആദ്യമേ ഫസ്റ്റ് ടൈമിൽ തന്നെ ഈ ഡീവിയേഷൻസ് ഉള്ള സമയത്ത് കൺട്രോൾ ചെയ്തിരുന്നെങ്കിൽ അവർക്ക് ഇനിയും കുട്ടിയുടെ മനസ്സിലായി, അവർ പാവം കുട്ടിക്ക് അതിന്റെ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു. സോ അതെല്ലാം എന്താണ്, ഈ ഡീവിയേഷൻസിന്റെ ബേസ് ആണ്. ഡീവിയേഷൻസ് സംഭവിക്കുമ്പോഴാണ് കുട്ടികൾ ഇങ്ങനെ ക്രൂവൽ ആയിട്ട് മാറുന്നത്, മറ്റു കുട്ടികളെ ഉപദ്രവിക്കാൻ തുടങ്ങുന്നത്. അങ്ങനെ അപ്പോൾ നമ്മളുടെ കുട്ടികള് ഡീവിയേഷൻസ് ഉണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അവർക്ക് ഇഷ്ടമുള്ള തിങ്സ്, ഇപ്പൊ അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞത് അനുസരിച്ചില്ല, അല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്തില്ലെങ്കിൽ ചില കുട്ടികൾ അവരുടെ ടോയ്സ്, അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള വസ്തുക്കൾ തന്നെ നശിപ്പിക്കുന്നത് കാണാം, അല്ലെങ്കിൽ അവരുടെ പെറ്റ് അനിമൽസിന് ഉപദ്രവിക്കുന്നത് കാണാം.
അപ്പൊ തന്നെ ഐഡന്റിഫൈ ചെയ്യണം ദാറ്റ് കൈൻഡ് ഓഫ് ഡീവിയേഷൻ ആണ്. അത് ഐഡന്റിഫൈ ചെയ്യും, കറക്റ്റ് സമയത്ത് അത് സോൾവ് ചെയ്യണം. അല്ലെങ്കിൽ അവര് നമ്മുടെ സൊസൈറ്റിക്ക് ഒരു ത്രെറ്റ് ആയിട്ട് മാറും, ഭീഷണിയായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. They are generally greedy, destructive, cruel to other children and animals. All through active, these children are clumsy in their movements. അതേപോലെ വിചിത്രമായിട്ടുള്ള മൂവ്മെന്റ്സ് ആയിരിക്കും. അതെന്താണ് നെക്സ്റ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. നോട്ടി ചിൽഡ്രൻസിന്റെ കേസ് ആണ്. അവർ അടുത്ത് എന്ത് ചെയ്യുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ സാധാരണ കുട്ടികളാണ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. അവർ ഈ ഒരു സിറ്റുവേഷനിൽ ചിലപ്പോൾ സൈലന്റ് ആയിരിക്കും. ചെറിയ എന്നുവെച്ചാൽ അടുത്ത മൂമെന്റ് എന്താണ്, അവർ ദേഷ്യം വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ പ്രകടിപ്പിക്കും എന്നൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാനായിട്ട് പറ്റില്ല. ഡിഫറെന്റ് ആയിട്ടായിരിക്കും അത് ചെയ്യുന്നത്. ഇനി അടുത്താണ് വീക്ക് ചിൽഡ്രൻ ആണ് കേട്ടോ. വീക്ക് ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ കാണുമ്പോൾ നല്ല കുട്ടികളാണെന്ന് തോന്നുന്നത്. അവരെ പുറമേ നോക്കുമ്പോൾ നമുക്ക് എന്താണ് നല്ല കുട്ടികളാണെന്ന് തോന്നും. പക്ഷേ അവര് ഭയങ്കര മടിയന്മാരായിരിക്കും. ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ അവരത് ചെയ്യില്ല. പിന്നെ അവര് എല്ലാ കാര്യത്തിനോടും പേടിയായിരിക്കും. എന്തെങ്കിലും പുതുതായിട്ട് കാര്യം ചെയ്യാൻ പറയുമ്പോൾ ഞാൻ ചെയ്യില്ല, എനിക്കത് പേടിയാണ്, ഞാൻ ചെയ്യില്ല എന്ന് പറയും. സോ ഭയങ്കര ലേസി ആയിട്ടുള്ള, ഭയങ്കര പേടിയുള്ള കുട്ടികളാണ് ഏത് വീക്ക് ചിൽഡ്രൻ എന്ന് പറയുന്നത്. ഈ വീക്ക് ചിൽഡ്രന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കള്ളം പറയാം. കള്ളം പറയൂര്, നന്നായിട്ട് കള്ളം പറയും. അവർക്ക് ആ ഒരു സന്ദർഭത്തിൽ തോന്നുന്ന രീതിയിൽ അവരെന്ത് ചെയ്യും, കള്ളം പറയും. അപ്പൊ കള്ളം പറയുന്നു, അതേപോലെ സ്റ്റീൽ ചെയ്യുക, മോഷ്ടിക്കുക, അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ ഈ വീക്ക് ചിൽഡ്രനിലുണ്ട്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ക്ലാസ്സിൽ നടന്ന ഒരു സംഭവമാണ്. ഒരു കുട്ടിയുടെ ഫാദർ സ്കൂളൊക്കെ തുറക്കുന്ന സമയത്ത് നമ്മളും എന്ത് ചെയ്യുന്നത്, നമ്മുടെ കുട്ടികൾക്ക് പെൻസിൽ കാര്യങ്ങളൊക്കെ കൊടുക്കും. അപ്പൊ ഈ പാരന്റ് ക്ലാസ് തുടങ്ങി എന്ത് ചെയ്തു, ഒരു പെൻസിൽ, പുതിയ ഫ്രഷ് ആയിട്ട് പെൻസിൽ എന്ത് ചെയ്തു കുട്ടിക്ക് കൊടുത്തു വിട്ടു. അപ്പൊ കുട്ടിക്ക് കൊടുത്തു വിട്ടപ്പോ ആ കുട്ടി വൈകുന്നേരം വന്നപ്പോ പാരന്റ് ചോദിച്ചു പെൻസിൽ എവിടെ എന്ന് ചോദിച്ചു. അപ്പൊ കുട്ടി എന്താ പറഞ്ഞു, നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞു. നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞു, ഞാൻ വാങ്ങിച്ചു തരുന്ന സാധനങ്ങളെല്ലാം കൊണ്ട് കളയാണ്, ഇതിന് എത്ര രൂപയാണെന്ന് അറിയോ എന്നൊക്കെ ചോദിച്ചിട്ട് കുട്ടീനെ വഴക്ക് പറഞ്ഞു. ഇനി നീ കളഞ്ഞുകൊണ്ട് വഴക്ക് നന്നായിട്ട് വഴക്ക് പറഞ്ഞു, ഇനി നീ കളഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാല് നിനക്ക് നല്ല തല്ല് കിട്ടും എന്ന് പറഞ്ഞു. നോർമലി ആണ് KG-യിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ എത്ര പെൻസിലാണ് കൊണ്ട് കളയാല്ലേ, അത് നോർമൽ ആണ്. പക്ഷെ ഫാദർ അങ്ങനെ അച്ഛനങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ പിറ്റേ ദിവസവും ആ കുട്ടി വൈകുന്നേരം ബോക്സ് നോക്കി കഴിഞ്ഞപ്പോ അവന്റെ പെൻസിൽ കാണാനില്ല. സോ എന്ത് ചെയ്തു, അവന്റെ കൂട്ടുകാരന്റെ പെൻസിൽ എടുത്ത് വെച്ചു. എന്ത് ചെയ്തു, അവന്റെ കൂട്ടുകാരന്റെ പെൻസിൽ എടുത്ത് ബോക്സിൽ വെച്ചിട്ട് പോന്നു. അച്ഛൻ ചോദിച്ചു, നിന്റെ പെൻസിൽ എന്ത്, ഞാൻ ഇതല്ലല്ലോ തന്നത്, വേറെ പെൻസിൽ, പുതിയ പെൻസിൽ, പിറ്റേ ദിവസവും പുതിയ പെൻസിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, അപ്പൊ ഇതല്ലല്ലോ ഞാൻ തന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ അവൻ പറഞ്ഞു, ഇല്ല, അവന് കൂട്ടുകാരനെ എഴുതാൻ കൊടുത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞു. മൂന്നാമത്തെ ദിവസവും അവനെന്താണ് പെൻസിൽ തിരിച്ചു വാങ്ങിച്ചില്ല. അപ്പൊ ടീച്ചർ കണ്ടുപിടിച്ചു ഈ കുട്ടി ആ കുട്ടിയുടെ പെൻസിൽ എന്ത് ചെയ്തു, മോഷ്ടിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ എടുത്തിരിക്കുകയാണെന്ന് ടീച്ചർ ഐഡന്റിഫൈ ചെയ്തു. മറ്റേ ആ കുട്ടിയുടെ പാരന്റ് ടീച്ചറോട് ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താണ്, മോഷ്ടിച്ചു എന്ന് തന്നെ പറഞ്ഞു, അവിടെ മോഷ്ടിച്ചു എന്ന് തന്നെ പറഞ്ഞു. പക്ഷെ ശരിക്കും ആ മോഷ്ടിക്കാനുള്ള കാരണം ആ കുട്ടി ആണോ അല്ലെങ്കിൽ ആ കുട്ടിയുടെ പാരന്റ് ആണോ? പേരന്റിനെ പേടിച്ചിട്ട് കുട്ടി ചെയ്യുന്നു. ശരിയാണ്. കാരണം അച്ഛൻ തല്ലോ, അച്ഛൻ വഴക്ക് പറയോ എന്നുള്ള പേടിയിൽ നിന്നാണ് അവൻ എന്ത് ചെയ്തത്, അത് സ്റ്റീൽ ചെയ്തത്. ആ ഒരു ഭയം അവന്റെ മനസ്സിലുള്ളതുകൊണ്ടാണ് അവൻ എന്ത് ചെയ്തത്, ആദ്യം കള്ളം പറഞ്ഞു, പിന്നെ അത് മോഷ്ടിക്കുകയും ചെയ്തത്. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീക്ക് ആയിട്ടുള്ള ചിൽഡ്രൻസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതും ഒരു കൈൻഡ് ഓഫ് ഡീവിയേഷൻ ആണ്. അപ്പൊ നമ്മൾ തന്നെയാണ് കുട്ടികളെ ഇതാക്കുന്നത്, ഡീവിയേറ്റഡ് ആക്കുന്നത്. സോ അവരെ കാണുമ്പോൾ പാവത്താൻ പോലെ ഇരിക്കും, പക്ഷെ അവർ പഠിക്കാൻ ഭയങ്കര മടിയന്മാരായിരിക്കും, സ്ലോ ലേണേഴ്സ് ആയിരിക്കും, ഭയങ്കര ലേസി ആയിരിക്കും, മടിയന്മാരായിരിക്കും. പിന്നെ പാരന്റ്സിനെയും മദർസിനെയൊക്കെ ഭയങ്കര പേടിയായിരിക്കും. മറ്റു ടീച്ചറിനോടൊക്കെ എന്താണ് പേടിയുള്ളൊരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആണ് വീക്ക് ചിൽഡ്രൻസ് കാണിക്കുന്നത്. അപ്പൊ വീക്ക് ചിൽഡ്രൻസും നമ്മളുടെ കുട്ടികളുടെ ഇടയിൽ ഉണ്ട്. നമ്മൾ അവർക്ക് എന്താണ് പ്രശ്നം എന്ന് ഐഡന്റിഫൈ ചെയ്യും, അത് കറക്റ്റ് സമയത്ത് സോൾവ് ഔട്ട് ചെയ്യുകയാണ് വേണ്ടത്. നോക്കാം നമുക്ക് എന്താണ്, ആരാണ് വീക്ക് ചിൽഡ്രൻ എന്നുള്ളത്. വീക്ക് ചിൽഡ്രൻ, ദേ ആർ കൺസിഡേർഡ് ആസ് ഗുഡ് ചിൽഡ്രൻ. അപ്പൊ വീക്ക് ചിൽഡ്രൻസ് നമ്മൾ ഗുഡ് ചിൽഡ്രൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഹവർ ദേ ആർ ഡീവിയേറ്റഡ്, ബട്ട് എന്നാലും അവർ എന്താണ്, ഡീവിയേറ്റഡ് ആണ്. ദേ ആർ ലേസി, സ്ട്രിക്റ്റ് ടു അഡൾട്ട്, afraid of every new things. No, എന്നുവെച്ചാൽ പുതുതായിട്ട് കാണുന്ന എല്ലാ കാര്യവും അവർക്ക് ഭയങ്കര പേടിയായിരിക്കും. They may form habit of lying
ആൻഡ് സ്റ്റീലിംഗ്. അവർക്ക് എന്താണ് ആ ഒരു ലൈൻ്റെ ഹാബിറ്റ്, കള്ളം പറയുക, അതേപോലെ സ്റ്റീൽ ചെയ്യുക എന്നുള്ള ഹാബിറ്റ്സ് ഒക്കെ കുട്ടികളിൽ കാണും. അതേപോലെ തന്നെ they are often considered to be a slow learners. ഈ സ്റ്റുഡൻസ് എപ്പോഴും പതുക്കെ പഠിക്കാനായിട്ട് അല്ലെങ്കിൽ സ്ലോ ലേണേഴ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഭയങ്കര മടിയാണെന്ന് പറഞ്ഞില്ലേ, ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര സ്ലോ ആയിട്ടായിരിക്കും ചെയ്യുന്നത്. ലേൺ ചെയ്യുന്ന കാര്യങ്ങളിലാണെങ്കിലും ഭയങ്കര സ്ലോ ആയിരിക്കും. ഒരു സ്ലോ ലേണേഴ്സ് ആണ്. ദെൻ പിന്നെ നമ്മൾ പറഞ്ഞത് കള്ളം പറയുന്ന കാര്യം പറഞ്ഞു. അപ്പൊ നമ്മുടെ കുട്ടികൾ എന്തെങ്കിലും പാല് കുടിച്ചോ അല്ലെങ്കിൽ ആപ്പിൾ കഴിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയാണ് കള്ളാണ്, കഴിച്ചു എന്ന് പറയുകയാണെങ്കിൽ ദാറ്റ്സ് ആദ്യം മുതലേ നമ്മളാണ്, പാരന്റ്സ് ആണ് ഈ ലൈവ് സ്കെയിലിംഗ് ഒക്കെ കുട്ടികൾക്ക് എന്താ പറയാ കുട്ടികൾക്കോട് ചെയ്യിക്കുന്നത്. നമ്മൾ അവർ കൂടുതലായിട്ട് എന്ത് ചെയ്യുമ്പോൾ നമ്മുടെ ക്യാരക്ടർ അല്ലെങ്കിൽ നമ്മുടെ റൂൾ അവർ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴാണ് കുട്ടികൾ ഇങ്ങനെ ഡീവിയേറ്റഡ് ആകുന്നത്. അപ്പൊ നമ്മളാണ് കുട്ടികളെ ഹാൻഡിൽ ചെയ്യുമ്പോൾ പ്രോപ്പർ ആയിട്ട് കെയർ ചെയ്യണം. അവർ ഒരുപാട് വഴക്ക് പറയാൻ പാടില്ല, എന്നുള്ള സ്നേഹത്തോടെ പെരുമാറണം. കാരണം നമ്മൾ കുട്ടികളുടെ ഇമോഷൻസിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കും. കാരണം കുട്ടികൾ കുറച്ച് നാളല്ലേ നമ്മുടെ ഒപ്പം ഉണ്ടാവുള്ളൂ. ഞാൻ പറയുകയാണെങ്കിൽ 3 years വരെയും കുട്ടികൾ നമ്മുടെ ഒപ്പം ഫുൾ ടൈം ഉണ്ടാവും. അത് കഴിഞ്ഞ് 3 to അത് പഠിക്കാൻ പോയി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീക്കെൻഡ് മാത്രം നമ്മുടെ ഒപ്പം ഉണ്ടാവും. പിന്നെ എന്താ പറയാ രാവിലെയും വൈകുന്നേരം മാത്രം കാണുന്ന ഇതായിട്ട് മാറും. പിന്നെ അവർ പഠിക്കാൻ പുറത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എപ്പോഴും ഗസ്റ്റ് ആയിട്ടാണ് വരുന്നത്. സോ നമ്മുടെ കൂടെ ഉള്ള സമയത്ത് നമ്മളുടെ സ്നേഹവും കെയറും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മുടെ കുട്ടികളെ വളർത്തിയെടുക്കാനായിട്ട് അവരുമായിട്ട് നമുക്ക് നല്ലൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ആ ഒരു ബോണ്ട് എവിടെ പോയാലും നമ്മളുമായിട്ടുള്ള ഒരു കണക്ഷൻ അത് എപ്പോഴും നമ്മുടെ കുട്ടികളെ മെയിൻറ്റെയിൻ ചെയ്യും. സോ നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരെ അത് ഐഡന്റിഫൈ ചെയ്യും, സോൾവ് ഔട്ട് ചെയ്യാൻ ഫ്രണ്ടിൽ നിൽക്കേണ്ടത് ആരാണ്? പാരന്റ്സ് ആണ്. അല്ലാതെ അവരെ കുറ്റപ്പെടുത്തല്ല ആ ഒരു സിറ്റുവേഷനിൽ ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് കൈൻഡ് ഓഫ് ഡീവിയേഷൻ ആണ് ബ്രൈറ്റ് ചിൽഡ്രൻ ആണ്. ബ്രൈറ്റ് ചിൽഡ്രൻ എന്ന് വെച്ചാൽ വളരെ ഇമാജിനേറ്റീവ് ആയിട്ടുള്ള കുട്ടികളാണ്. അവർക്ക് അവരുടേതായ ഒരു ലോകം അവർ ക്രിയേറ്റ് ചെയ്യും. അതെന്ന് വെച്ചാൽ അവരുടേതായ ലോകം അവരുടെ മൈൻഡില് അവരുടേതായ ഒരു ലോകം ക്രിയേറ്റ് ചെയ്ത് എപ്പോഴും അതിലായിരിക്കും അവർ ജീവിക്കുന്നത്. അല്ലെങ്കിൽ അവർക്ക് അതിലായിരിക്കും കൂടുതലായിട്ട് ഇഷ്ടം. ആ ഒരു വേൾഡിൽ ലീഡ് ചെയ്യാനും ചിന്തകള് കാര്യങ്ങളിൽ ഒരുപാട് ചിന്തിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ് ആർക്കും ബ്രൈറ്റ് ചിൽഡ്രൻ. അവർ പഠിക്കുകയൊക്കെ ചെയ്യും, നന്നായിട്ട് പഠിക്കും. മറ്റുള്ളവരോട് ശത്രുത ക്രിയേറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഒന്നും ക്രിയേറ്റ് ചെയ്യില്ല. പക്ഷേ അവർ റിയാലിറ്റിയിൽ നിന്ന് തിരിഞ്ഞായിരിക്കും ജീവിക്കുന്നത്. അവർ അവരുടേതായ ആ ഫാന്റസി വേൾഡിൽ ജീവിക്കാനാണ് അവര് ആഗ്രഹിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ അവർ ഉറങ്ങുകയാണെന്ന് വിചാരിക്കും, പക്ഷെ അവര് ആ റെസ്റ്റ് എടുക്കുമ്പോൾ പോലും വിശ്രമം ഇല്ലാതെ അവരെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയായിരിക്കും. ചിലപ്പോൾ ചെറിയ കുട്ടികൾ ഭയങ്കരമായിട്ട് നന്നായിട്ട് പഠിക്കുകയൊക്കെ ചെയ്യും, അവർക്ക് ഭയങ്കര ഇമാജിനേറ്റീവ് ഒക്കെയാണ്. പക്ഷെ അവരെന്താണ് അവരുടേതായ ലോകം നമ്മളിപ്പോ പറയുകയാണെങ്കിൽ ഒരുപാട് ചിന്തിക്കുന്ന ആൾക്കാർ അവർ ബ്രൈറ്റ് ചിൽഡ്രൻ ആണ്. അവർക്ക് ആ നോർമൽ വേൾഡിൽ നിന്ന് അവർക്ക് അവരുടെ വേൾഡിലേക്ക് മാത്രം അവർക്ക് അവരുടേതായ ഒരു ലോകം ക്രിയേറ്റ് ചെയ്ത്, മനസ്സിന്റെ കാര്യമാണ് ഈ പറയുന്നത്, ആ ഒരു ലോകം ക്രിയേറ്റ് ചെയ്ത് അതിന്റെ ഉള്ളില് അല്ലെങ്കിൽ ആ ഒരു വേൾഡിൽ ജീവിക്കാനാണ് ആർക്കും ഇഷ്ടം, ഈ ബ്രൈറ്റ് ചിൽഡ്രൻസിന് ഇഷ്ടം. അപ്പോ അങ്ങനെ സംഭവിക്കുമ്പോഴും അതും ഒരു കൈൻഡ് ഓഫ് ഡീവിയേഷൻ ആണ് എന്നാണ് മോൺസൂർ പറയുന്നത്. അപ്പോ ബ്രൈറ്റ് ചിൽഡ്രനും ഒരു ടൈപ്സ് ഓഫ് ഡീവിയേഷൻ ആണ്. നല്ല കുട്ടികളായിരിക്കും, ഭയങ്കരമായിട്ട് കറക്റ്റ് ആയിട്ട് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ അവർ കൂടുതൽ ടൈമും സ്വപ്ന ലോകത്തായിരിക്കും. കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? സ്വപ്ന ലോകത്തായിരിക്കും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ചിന്തകളിൽ മുഴുകിയിരിക്കും, എന്തെങ്കിലും കാര്യങ്ങളിൽ മുഴുകിയിരിക്കും. അങ്ങനെ വരുമ്പോഴാണ് അതൊരു ടൈപ്പ് ഓഫ് ഡീവിയേഷൻ ആണ്. പിന്നെ നമ്മള് ചില കുട്ടികള് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഗെയിംസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അവർ അവരുടേതായ ഒരു ലോകം ക്രിയേറ്റ് ചെയ്ത് ചെയ്യാറുണ്ട്. അത് കുഴപ്പമില്ല, അതൊരു ഇമാജിനേറ്റീവ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് ഒരു ഗെയിം കഴിയുമ്പോൾ അത് എന്ത് ചെയ്യുന്നത് അത് മാറി വേറെ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് പോകുന്നു. പക്ഷെ അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ഫുൾ ടൈം ആ ഒരു കാര്യങ്ങൾ അവരെപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ശ്രദ്ധിക്കണം, അത് ടൈപ്പ് ഓഫ് ഡീവിയേഷൻ ആവാം. ഞാൻ കാര്യം ഒരു എക്സാമ്പിൾ പറയാം. ഒരു കുട്ടിയുടെ ആ കുട്ടി എപ്പോഴും ഒരു പാവക്കുട്ടിനെ കയ്യിൽ വെക്കുന്നുണ്ട്, എപ്പോഴും പാവക്കുട്ടിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ കുഞ്ഞുട്ടൻ എങ്ങാണ്ടാണ് ആ പാവക്കുട്ടിയുടെ പേര്. എപ്പോഴും പാവനോട് കളിക്കുന്നു, അവരോട് ഭക്ഷണം കൊടുക്കുന്നു, എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്. അതേസമയം അവൾ പഠിക്കുന്നുണ്ട്, ടീച്ചേഴ്സും പാരന്റ്സും പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കുന്നുണ്ട്, അവളുടേതായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഫുൾ ടൈമും ഈ ഒരു പാവക്കുട്ടിനെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, മാറ്റി നിർത്താനായിട്ട് പറ്റുന്നില്ല. ക്ലാസ്സിലൊക്കെ വരുമ്പോൾ അത് വേണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നു.
ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാലും ആ ഒരു ടൈം കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ആ പ്രശ്നം വരുന്നു. അപ്പൊ ഇങ്ങനെ വരുമ്പോഴും എന്താണ് ഒരു കൈൻഡ് ഓഫ് ഡീവിയേഷൻ ആണ്. സാങ്കല്പികമായിട്ടൊരു കഥാപാത്രത്തെ അവള് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒരു ലോകത്ത്, ആ ഒരു പാവക്കുട്ടിയും അവളും മാത്രമുള്ള ഒരു ലോകത്ത് ജീവിക്കാനാണ് അവർക്ക് ഇഷ്ടം തോന്നുന്നത്. സോ ദാറ്റ്സ് എന്താണ് ഒരു കൈൻഡ് ഓഫ് ഡീവിയേഷൻ ആണ്. അപ്പൊ നമ്മൾ നോക്കിയിട്ട് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഡീവിയേഷൻ ആണ് എന്ന്, ക്ലാസ്സസ് ഓഫ് ഡീവിയേഷൻ ആണ്. അതിൽ നോട്ടി ചിൽഡ്രൻസിന്റെ കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലായി. വീക്ക് ചിൽഡ്രൻ പറഞ്ഞു, അവർക്ക് ഈ ഒരു വീക്ക് ആയിരിക്കും കുട്ടികൾ, സ്ലോ ലേണേഴ്സ് ആണ്, ലൈങ് ആൻഡ് സ്റ്റീലിംഗിന്റെ സ്വഭാവങ്ങളും കാര്യങ്ങളൊക്കെ അവർ കാണിക്കാറുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞത് ബ്രൈറ്റ് ചിൽഡ്രൻ ആണ്. ബ്രൈറ്റ് ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് ചെയ്യും. നമ്മള് ഒരു ശത്രുത ഉളവാക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് അവർ പോകില്ല. പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പുറമേ നോക്കുമ്പോൾ അവൻ കറക്റ്റ് പെർഫെക്റ്റ് ചൈൽഡ് ആണെന്ന് തോന്നും. പക്ഷെ he may be deviated. അവനും ഡീവിയേറ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കാം. The bright children, these children are very imaginative and have a world of their own. അവരുടേതായ ലോകം ക്രിയേറ്റ് ഭയങ്കര ഇമാജിനേറ്റീവ് ആയിട്ടായിരിക്കും ഓരോ കാര്യം ചെയ്യുന്നത്. They have chosen neither to fight or nor give into hostile condition. അവർ മറ്റുള്ളവരോട് തല്ലുപിടിക്കാനോ അല്ലെങ്കിൽ ശത്രുത ഉളവാക്കുന്ന സിറ്റുവേഷൻസ്, മറ്റുള്ളവരെ കൊണ്ട് ശത്രുത ക്രിയേറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസിലേക്കൊന്നും ഈ കുട്ടികൾ എന്തില്ല, പോകില്ല. ഓക്കെ. പിന്നെ വരുന്നത് they have turned their back to reality. അവർ ആ റിയാലിറ്റിയിൽ നിന്ന് ടേൺ ബാക്ക് ചെയ്യാനായിട്ട്, എന്തെങ്കിലും ലൈഫിൽ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യണം എന്ന് ചിന്തിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആയിരിക്കും അവർക്ക് വരുന്നത്. അവർക്ക് ആ ഒരു പ്രോബ്ലം, അവർ ലൈഫിൽ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം അത് ഫേസ് ചെയ്യാനോ സോൾവ് ചെയ്യാനോ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ആർ ലിവിങ് ഇൻ ദെയർ ഓൺ ഫാന്റസി. അവർ ജീവിക്കുന്ന അവരുടേതായ ഒരു സ്വപ്ന ലോകത്തായിരിക്കും, ഫാന്റസീസിലായിരിക്കും. Then they are restless ആണ്. അവർ ചിന്തിച്ചുകൊണ്ടേയിരിക്കും, എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, they have turned their back to reality. അവർക്ക് റിയാലിറ്റിയിൽ സംഭവിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ സംഭവിക്കുന്ന റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ വരുമ്പോൾ അവർക്ക് എസ്കേപ്പ് ചെയ്യണം എന്നുള്ളൊരു ചിന്ത വരും. അവർക്ക് ഈ റിയാലിറ്റിയിൽ നിന്ന് എസ്കേപ്പ് ചെയ്യണം എന്നുള്ള ചിന്ത വരും. നമ്മൾ കേട്ടിട്ടുണ്ട്, എന്താണ്, ചില കുട്ടികൾ നന്നായിട്ട് പഠിക്കാൻ നല്ല മിടുക്കരാണ്, അതാണ് ഇതാന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ആത്മഹത്യ ചെയ്തു. എന്തോ ഒരു സിറ്റുവേഷൻ വന്നപ്പോ അവന് ഫെയിലിയർ സംഭവിച്ചപ്പോ എന്ത് ചെയ്തു, സൂയിസൈഡ് ചെയ്തു എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം അവൻ ആ ഒരു റിയാലിറ്റി എന്ത് ചെയ്യാൻ പറ്റിയില്ല, അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെ വരുന്നതുകൊണ്ടാണ് ആ ഒരു ഇൻസിഡന്റിലേക്ക് പോയത്. നമുക്ക് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഡീവിയേഷൻസ് ഉണ്ട്. ഡീവിയേഷൻസ് കണ്ടെത്തി കറക്റ്റ് ടൈമിൽ സോൾവ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ കുട്ടികളെ നോർമൽ ചൈൽഡ് ആക്കി മാറ്റാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റും. ഓക്കെ, ഒന്ന് റീഡ് ചെയ്ത് നോക്കൂ ക്ലാസ്സസ് ഓഫ് ഡീവിയേഷൻ.
റീഡ് ചെയ്തോ? മനസ്സിലായോ ഡീവിയേഷൻസ് എന്തെല്ലാം ആണെന്ന്? ഈ പറഞ്ഞതെല്ലാം മെന്റൽ ഡീവിയേഷൻസ് ആണ് കേട്ടോ, മനസ്സിന്റെ ഡീവിയേഷൻസ് ആണ്. അത് മനസ്സിലായി? ഹലോ മാം, ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി ഇപ്പൊ മാം ക്ലാസ് പറഞ്ഞപ്പോഴേ എന്റെ മോനാണെങ്കിലുണ്ടല്ലോ, അവന് ഒരു മോനേ ഉള്ളു എനിക്ക്. അവനിപ്പോ 3rd സ്റ്റാൻഡേർഡിലാ പഠിക്കുന്നത്. ഇപ്പം എപ്പോഴും നമ്മളിങ്ങനെ ഇറിറ്റേറ്റ് ചെയ്ത് ദേഷ്യം പിടിപ്പിക്കും. അവൻ എന്ത് കാര്യം വന്നാലും ഭയങ്കര വാശിയാ. അപ്പം ഞാനാണെങ്കിൽ ഒരു വട്ടം എന്നോട് എന്റെ വാച്ച് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കും ഞാന്. അന്ന് നമ്മള് ആനക്കൂട്ടിൽ പോയപ്പം ഇത് റൈഡിലൊക്കെ കയറുമ്പോ പൊട്ടിപ്പോവല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു മോനെ വേണ്ട എന്ന് പറഞ്ഞ് കൊടുത്തില്ല. അത് കഴിഞ്ഞ് പിന്നെ കുറെ ദിവസം കഴിഞ്ഞ് ഞാൻ ഈ വാച്ച് എടുത്ത് നോക്കിയപ്പോ അവൻ അതിന്റെ സ്ലാഫ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നു. അന്ന് ചോദിച്ചിട്ട് കൊടുക്കാഞ്ഞതിന്റെ ആ ഒരു വാശിക്ക്. അത് കഴിഞ്ഞ് പിന്നീട് ഒരു തവണ ഇതുപോലെ എന്തോ സിറ്റുവേഷനിൽ ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി. അപ്പോ അത് കഴിഞ്ഞിട്ട് അമ്മയാണെങ്കിൽ യൂസ് ചെയ്തിട്ട് അമ്മയുടെ പാവാട പുതിയ ഒരെണ്ണം, അത് ഫസ്റ്റ് ടൈം യൂസ് ചെയ്തിട്ട് ബെഡിൽ വിരിച്ചിട്ടിരുന്നു. അതിന് അന്ന് ആ വാശി പിടിച്ചപ്പോൾ ഞാൻ അത് അനുവദിക്കാൻ ഒരു സിസേഴ്സ് അവിടെ ഇരുന്ന് എടുത്ത് അത് കട്ട് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞ് പിന്നീട് ഇതേപോലെ തവണ ഞാൻ പുറത്തേക്ക് പോയപ്പോൾ ഇവനെ കൊണ്ടുപോകണമെന്ന് വാശി പിടിച്ചപ്പോൾ ഞാൻ കൊണ്ടുപോകാൻ അവൻ സൈക്കിളിന്റെ പമ്പ് അവന്റെ സാധനം തന്നെ എടുത്ത് മുറിച്ചിട്ട് പാത്തു വെച്ചു. ഇതെല്ലാം പിന്നീട് നമ്മൾ ചില സാഹചര്യങ്ങളിൽ ചെന്ന് കാണുമ്പോഴാണ് കണ്ടുപിടിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ഒരു നിർബന്ധ ബുദ്ധിയാ ഞാൻ. അപ്പൊ നമുക്ക് കുറച്ചൊക്കെ ഞാൻ കൺട്രോൾ ചെയ്യും. പിന്നെ എനിക്ക് എക്സാമ്പിൾ ആണ്. ഹസ്ബൻഡ് കൂടെ ഉണ്ടോ? ഇല്ല, പുള്ളി പുറത്താ. ഇച്ചിരി പുള്ളിയും ദേഷ്യപ്പെടും, ഞാനും ഒരു കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ എന്നും ഓർക്കും കാരണം എന്താണെന്നറിയാവോ? ഹസ്ബൻഡ് പുറത്താന്ന് പറഞ്ഞില്ലേ, മേ ബി അവന് അവന്റെ അച്ഛനെ മിസ് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അത് അവൻ പ്രകടിപ്പിക്കുന്ന രീതി വേറെ ആയിരിക്കും. കാരണം മറ്റു കുട്ടികളുടെ പാരന്റ്സ് അല്ലെങ്കിൽ അച്ഛനൊക്കെ പുറത്തൊക്കെ കൊണ്ടുപോകുന്നു, സ്ഥലങ്ങളിൽ പോകുന്നു എന്നൊക്കെ കുട്ടികൾ പറയും. ക്ലാസ്സിൽ അവർ ചെന്നിരിക്കുമ്പോൾ എന്റെ അച്ഛൻ അത് വാങ്ങിച്ചു തന്നു, എന്റെ അച്ഛൻ നിങ്ങളുടെ അടുത്ത് കൊണ്ടുപോയി എന്നൊക്കെ പറയുമ്പോ അവൻ ആ ഒരു ഫീലിംഗ്, ആ ഒരു വിഷമം ഉണ്ടല്ലോ, അവനെ കൊണ്ടുപോകാനില്ലല്ലോ ആരും എന്നുള്ള ഒരു വിഷമം അവന് മനസ്സിൽ കിടന്നിട്ട് അത് അവൻ പ്രകടിപ്പിക്കുന്ന രീതിയാണ് ഇത് ഈ ഒരു വയലന്റ് കേൾക്കുന്നുണ്ടോ? ഇപ്പൊ പലതവണയായി എനിക്കിപ്പോ പേടിയായി. ഇനി ചെയ്തവൻ സ്വയം ദേഹത്ത് എന്തെങ്കിലും ഇപ്പൊ ഞാൻ 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എന്തെങ്കിലും ഒരു കാര്യം വേണമെന്ന് കണ്ടു കഴിഞ്ഞാണ്ടല്ലോ കുറെ ഇങ്ങനെ പറയും. പിന്നെ നമ്മൾ ഇങ്ങനെ പറഞ്ഞ് കരഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കും. കുറെ ആകുമ്പോ നമുക്ക് ദേഷ്യം വരും. ദേഷ്യം കൺട്രോൾ നമ്മളുടെ ദേഷ്യം കൺട്രോൾ ചെയ്തിട്ട് അവരെ നല്ല രീതിയിൽ ഒന്ന് കെയർ ചെയ്യാം. ഹസ്ബൻഡിനോട് കൂടുതലായിട്ട് അടുത്താണെങ്കിൽ ചിലപ്പോ അവന് മിസ് ചെയ്യുന്നുണ്ടാവും, അച്ഛനെ മിസ് ചെയ്യുന്നുണ്ടാവും. കാരണം പുറത്തൊക്കെ അച്ഛൻ വണ്ടിയിൽ ഇരുത്തി കൊണ്ടുപോകണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരിക്കില്ലേ, ആൺകുട്ടിയല്ലേ? അതൊക്കെ തന്നെ അവന്റെ ഈ ഒരു ദേഷ്യത്തിനൊക്കെ കാരണമാടാ. നമ്മളത് നടത്തിക്കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോ അവനത് ഭയങ്കര ഹാപ്പിയാവും. അച്ഛനോട് ആ കുട്ടിയോട് പറയാം, നമുക്ക് വേണ്ടിയിട്ടാണ് അച്ഛൻ അവിടെ പോയി ജോലി ചെയ്യുന്നത്, അച്ഛൻ ആ ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്നത് പോലും നമ്മളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്. മോന് നല്ല രീതിയിൽ ക്ലാസ്സിൽ പോകാനും സ്കൂളിൽ പോകാനൊക്കെയാണ് അച്ഛൻ അത്രയും കഷ്ടപ്പെട്ട് അവിടെ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവൻ മനസ്സിലാക്കി കൊടുക്കുക. ഓക്കെ മാം. വീഡിയോ കോൾ ഒക്കെ ചെയ്യാം. എപ്പോഴും അച്ഛനോട് വീഡിയോ കോൾ ചെയ്യാം, അച്ഛനോട് പറയാം, ഹസ്ബൻഡിനോട് പറയാം. സംസാരിച്ചൊക്കെ ചെയ്യും. പിന്നെ പോണം എന്ന് പറഞ്ഞിട്ടൊക്കെ മാക്സിമം എനിക്ക് പറ്റുന്നിടത്തെല്ലാം ഞാൻ അവനെ ട്രാവൽ ചെയ്ത് കൊണ്ടുപോവുകയും എടുക്കുകയെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റുള്ള പിള്ളേരുടെ പേരൻസ് ഒക്കെ ഇങ്ങനെ ഗൾഫിൽ നിന്നൊക്കെ വന്നിട്ട് ഇങ്ങനെ പോണ കാണുമ്പോ പറയും എന്റെ അച്ഛൻ വന്നില്ലല്ലോ അങ്ങനെയൊക്കെ പറയും. അപ്പൊ ഞാൻ പറയും അത് മനസ്സിലാക്കി നമ്മളത് ആണെന്ന് അക്സെപ്റ്റ് ചെയ്തിട്ട് അതിനുള്ള സൊല്യൂഷൻസ് നമ്മൾ കണ്ടേക്കാം. ആ ഒരു ഫീലിംഗ്, ആ ഒരു മിസ്സിംഗ് ഫീലിംഗ് ഒഴിവാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് ഗ്യാപ്പ് കുറയ്ക്കുകയാണെങ്കിൽ അവനത് ഓക്കെ മാറും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിപ്പോ ഇത് കേട്ടപ്പോ എനിക്ക് അന്നേരം തൊട്ട് കയറി ചോദിക്കണ്ടെന്ന് കരുതിയിട്ടാ. എനിക്ക് അപ്പൊ ഞാൻ മനസ്സിലാക്കി ഇവനും ഇങ്ങനെയുള്ള ഒരു എന്റെ പരിചയത്തില് ഒരു ബ്രൈറ്റ് ചൈൽഡ് ഉണ്ട്. കാരണം ഭയങ്കര ബ്രൈറ്റ് പഠിക്കുന്ന കാര്യത്തിൽ എക്സാം എഴുതുന്നതിനൊക്കെ ഫുൾ മാർക്കാണ്. പക്ഷെ അവൻ കൂടുതൽ ടൈം സ്പേസ് അതേപോലെ ബ്ലാക്ക് ഹോള്, അതിപ്പോ നമ്മളെ പുറത്തൊരു ലോകമുണ്ട്, എർത്തിനേക്കാളും പെർഫെക്റ്റ് ആയിട്ടുള്ള ലോകമുണ്ട് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു ടൈപ്പിൽ കുട്ടീനെ നേരിട്ട് അറിയാം. ശരിക്കും ബ്രൈറ്റ് ചൈൽഡ് ആണ്. പക്ഷെ നന്നായിട്ട് പഠിക്കും, നന്നായിട്ട് പഠിക്കും, നല്ല മാർക്കാണ്, എല്ലാ കാര്യത്തിലും ഫസ്റ്റ് ആണ്. പക്ഷെ അവനും ഡീവിയേറ്റഡ് ആണ്. നമുക്ക് പറയാൻ പറ്റില്ല പാരന്റ്സിനോട് അവൻ ഡീവിയേറ്റഡ് ആണ്,
എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ടാ ചെയ്യുന്നത്. പക്ഷെ നമുക്ക് അറിയാതെ ഇതാണ് deviated ആണ്. മിടുക്കനാണ് ക്ലാസ്. പിന്നെ ക്ലാസ്സിലാണെങ്കിലും കുഴപ്പമില്ല. ഇവൻ ഭയങ്കര സൈലന്റ്. ഇവൻ അങ്ങനെ ഇപ്പൊ വീട്ടിൽ എന്നോടും വീട്ടിലെ അമ്മയോട് പിന്നെ ഹസ്ബൻഡിന്റെ വീട്ടിലെ അമ്മ നാത്തൂൻ അവരോടൊക്കെ ആണെങ്കിൽ ഓപ്പൺ ആയിട്ട് സംസാരിക്കത്തുള്ളൂ. പുറത്തൊരാൾക്കാർ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മുറിക്കകത്ത് ആണ്. കാരണം നമ്മള് ഒബ്സർവ് ചെയ്യുമ്പോൾ നോട്ടിച്ചുകൊണ്ട് ഒരു പ്രത്യേക ക്യാരക്ടറാണ്. അവർക്ക് സർക്കിളിലുള്ളവരോടായിരിക്കും അവർ ദേഷ്യവും കോപവും കാര്യങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്നത്. അല്ല അവരോട് ഞങ്ങളോടെ സംസാരിക്കും. വേറെ ആരും എന്തെന്ന് ചോദിച്ചാൽ മിണ്ടത്തില്ല. ഒന്നും മിണ്ടാതെ ഇങ്ങനെ മാറി പമ്മിയിരിക്കും. അവരോട് ആരോടും മിണ്ടത്തില്ല. അപ്പൊ ആദ്യം സ്കൂളിൽ ചെന്നപ്പോഴും ഇങ്ങനെയായിരുന്നു. അപ്പൊ ഞാൻ ഓർത്തിന് എന്തെങ്കിലും ഒരു ഇതിൽ കാണിക്കാമെന്ന് വിചാരിച്ച് ആരോടും പിള്ളേരോടൊന്നും മിണ്ടാതെ. അപ്പൊ ടീച്ചർ പറഞ്ഞു കൗൺസിലിംഗ് കാര്യങ്ങളും ചിലപ്പോ ഈ വയലൻസ് എങ്ങാനും കൂടുകയാണെങ്കിൽ അത് വേണമെങ്കിൽ കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. ഇങ്ങനെ ഇപ്പൊ 2-3 വട്ടം ആയി. അതുകൊണ്ട് എനിക്കിപ്പോ ഒരു ടെൻഷനാണ്. പിന്നെ നമ്മള് എല്ലാ കാര്യങ്ങളും അങ്ങനെ നിർബന്ധം പിടിക്കുന്ന എല്ലാം സാധിച്ചു കൊടുക്കാൻ നമ്മുടെ സാഹചര്യങ്ങളും കൂടെ അനുസരിച്ചിട്ടല്ലേ പോകാൻ പറ്റൂ. അപ്പം ഇവന് ഇപ്പൊ ഇങ്ങനെയാ. ഞാൻ പിന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇങ്ങനെ ചെയ്യരുത്, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. ദേഷ്യം കാണിക്കരുത്. ദേഷ്യം കാണിച്ചവർക്ക് വീണ്ടും അത് ചെയ്യാനായിട്ട് പ്രയത്നം വരും. പറഞ്ഞു മനസ്സിലാക്കുക, സ്നേഹത്തോടെ പെരുമാറുക. നമുക്ക് എത്ര ദേഷ്യം ഉണ്ടെങ്കിലും അത് കൺട്രോൾ ചെയ്തിട്ട് വേണം അവനോട് പെരുമാറാനായിട്ട്. ഓക്കെ, നമുക്ക് ബാക്കിയുള്ള പോർഷൻസ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഓൾ.